എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ അവസരം എനിക്ക് തന്നതിന് യശോധരനും പ്രവർത്തകർക്കും ആദ്യം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് അവിടെ വ്യക്തിപരമായി എത്തിച്ചേരാൻ പറ്റുന്നില്ല. ചെറിയൊരു ഒരു വണ്ടി ഒരു സ്ഥലത്ത് ചെറുതായി തട്ടിയപ്പോഴത്തേക്ക് എയർ ബാഗ് നമുക്ക് ഡിപ്ലോയ് ചെയ്തു. എയർ ബാഗ് ഡിപ്ലോയ് ചെയ്തപ്പോൾ എൻ്റെ നെഞ്ചിൽ വന്നിടിച്ചു. വളരെ പതുക്കെ പോകുന്നത് കൊണ്ട് അതിനെ കൗണ്ടർ ഫോഴ്സ് ഒന്നും ഇല്ലായിരുന്നു. നേരെ നെഞ്ചിൽ വന്നിടിച്ചു. ഇടിച്ചിട്ട് അത് കാരണം എൻ്റെ 2 റിബ്സിൽ ചെറിയ ഫ്രാക്ചർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാർ ഇനിയിപ്പോൾ 2-3 ആഴ്ച തീരെ യാത്ര ചെയ്യാൻ പാടില്ല, ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എത്താൻ ഒക്കാത്തത്. അതിന് ഞാൻ ആദ്യമായി ക്ഷമ ചോദിക്കുന്നു. ഇന്ന് നമ്മുടെ വിഷയം ഗുരുദേവനും ഭരണഘടനയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ഞാൻ 3-4 സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു കുറച്ചുകൂടെ ആഴത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളൊരു അവസരം ഇന്നുണ്ട്. അപ്പം അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഭരണഘടനയുടെ ആത്മാവ്, സോൾ, ഗുരുദേവന്റെ ദർശനമാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ഒരു തീർത്ഥാടന സംസാരിച്ചപ്പോൾ 2 വർഷം മുമ്പ് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഗുരുദേവനെ കുറിച്ച് അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഇന്റർനാഷണൽ ലോയിൽ ഞാൻ പണ്ട് വാഷിംഗ്ടൺ DC ഈ വേൾഡ് ബാങ്കിന്റെ ചീഫ് കൗൺസിലർ ആയിരുന്നു. അപ്പോൾ അവിടെ താമസിക്കുന്ന സമയത്ത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഇന്റർനാഷണൽ ലോയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 80-90കളിൽ അല്ലെങ്കിൽ 90കളിൽ തോന്നുന്നത്, അല്ലെങ്കിൽ 80കളുടെ അവസാനം ഞാൻ ഗുരുദേവനെ കുറിച്ചൊരു പേപ്പർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പല വർഷങ്ങളായി എൻ്റെ മെയിൻ ഏരിയ ഓഫ് വർക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആണ്, ലീഗൽ ഫിലോസഫിയാണ്. അതാണ് ലീഗൽ സിസ്റ്റത്തിൻ്റെ അടിത്തറ, ലീഗൽ ഫിലോസഫിയാണ്. അപ്പോൾ അതിൽ ഗുരുദേവന്റെ ദർശനം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു അടിത്തറയായിട്ട് നിൽക്കുന്നു എന്ന് കുറേ വർഷങ്ങളായി ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ബേസിസ് എന്താണെന്ന് ഇന്ന് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ, സ്പഷ്ടത ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇന്ററപ്റ്റ് ചെയ്ത് ചോദിക്കാം. ഞാനൊരു പ്രാസംഗികനല്ല, ഞാൻ ഒരു ബേസിക്കലി ഒരു വിദ്യാർത്ഥിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അപ്പോൾ സംവാദമാണ് എൻ്റെ ശൈലി, അല്ലാതെ പ്രഭാഷണമല്ല. അതുകൊണ്ട് ആ സംവാദ ശൈലിയിൽ തന്നെ നമുക്ക് പോകുന്നതായിരിക്കും എനിക്ക് വളരെ കംഫർട്ടബിൾ. അപ്പോൾ ഞാനിത് 2 ഭാഗത്തിലാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമ്മുടെ ഭരണഘടനയെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് ഈ ഭരണഘടനയുടെ നമ്മുടെ ഗുരുദേവന്റെ ദർശനത്തിന്റെ സ്ഥാനം എന്താണ്, ആവശ്യം എന്താണെന്നുള്ള 2ാമത്തെ പാർട്ട്. ഈ 2 പാർട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ഞാൻ തുടങ്ങാൻ ഭരണഘടനയെ മനസ്സിലാക്കണമെങ്കിൽ 2-3 ഭരണഘടനയ്ക്ക് വളരെ ഡീപ്പായിട്ട് ഡീറ്റെയിലായിട്ട് പോകാനുള്ള അവസരമല്ല. പക്ഷേ അതിന്റെ എസെൻസ് എന്താണ് നമുക്ക് മനസ്സിലാക്കണം. അതിന്റെ എസെൻസ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ പോകേണ്ടത് ഈ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കാണ്. അപ്പോൾ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിരിക്കുന്നത്, ഇത് ഞാൻ അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് ശരിക്കും ക്ലിയർ ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുള്ളൂ. പ്രിയാമ്പിൾ തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic എന്നാണ് തുടങ്ങുന്നത്. അപ്പം അതിൽ വളരെ മഹത്വപൂർണ്ണമായി ഉള്ളത്
വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ എല്ലാവരും, ഈ ഇന്ത്യയിലെ ജനങ്ങൾ having solemnly resolved to constitute India, ഇന്ത്യയെ രൂപവൽക്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചു എന്നാണ് മറിച്ച് ഹാവിംഗ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇന്ത്യയെ രൂപവൽക്കരിച്ചിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നല്ല പറയുന്നത്. ഈ ഇന്ത്യയെ രൂപവൽക്കരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഹാവിംഗ് റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂട്ട് വെച്ചാൽ ടു ക്രിയേറ്റ്, ഉണ്ടാക്കുക, രൂപവൽക്കരിക്കുക, നിർമ്മിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ എസൻസ്. അതായത് ഈ രാജ്യത്തെ സാധാരണക്കാർ, ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എപ്പോഴും ഒരു ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്യുമെന്റ് ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ സാധാരണക്കാരാണ്, അല്ലാതെ എലീറ്റ്സ് അല്ല. ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാരെയാണ് ക്ലിയർ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ഈ രാജ്യത്തെ സാധാരണക്കാർ ഒരു പുതിയ ഇന്ത്യയെ നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രൊക്ലമേഷനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എന്നുള്ള വാക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്കും തമ്മിൽ ബന്ധപ്പെടുത്തിയാൽ എന്താണ്? ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കാണുന്നത് ഒരു പുസ്തകമായിട്ടല്ല, ഒരു പ്രോസസ്സായിട്ടാണ്. The Constitution of India, the making of India, the creation of India, ഇന്ത്യയുടെ രൂപവൽക്കരണം എന്നാണ്. അത് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് വേർബ് ആയിട്ടാണ് കാണേണ്ടത്, അല്ലാതെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വെച്ചാൽ ഒരു ബുക്ക് ഓഫ് റൂൾസ് ആയിട്ടല്ല കാണേണ്ടത്. അതാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രത്യേകത. അതാണ് ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് ഡിസൈഡഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ, അതേ ആ ഫ്രേസിന്റെ ബേസിസിലാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള വാക്കുകൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇന്ത്യയെ രൂപവൽക്കരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ്, ഒരു പ്രോസസ്സാണ്, അതിൻ്റെ ഒരു പ്ലാനാണ് അതിൻ്റെ ഈ ഭരണഘടന. അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ആണ്, ഒരു ആക്യുറേറ്റ് ട്രാൻസ്ലേഷൻ അല്ല. ഇന്ത്യയുടെ രൂപവൽക്കരണം എന്നായിരിക്കണം വാസ്തവത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആക്ച്വൽ ട്രാൻസ്ലേഷൻ. ഇന്ത്യയുടെ രൂപവൽക്കരണം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഒരു പുതിയ ഇന്ത്യയുടെ രൂപവൽക്കരണമാണ്. അപ്പൊ ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ക്രിയേഷൻ ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്നുള്ള വാക്ക് രണ്ട് പ്രാവശ്യം ഉപയോഗിക്കും. ആദ്യത്തെ വാക്കിന്റെ അർത്ഥവും രണ്ടാമത്തെ വാക്കിന്റെ അർത്ഥവും വ്യത്യസ്തമാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ ജനങ്ങൾ, ഇന്ത്യയുടെ രാജ്യത്തിന്റെ ജനങ്ങൾ, ആ ഇന്ത്യ ഏതാണ്? അപ്പൊ അതിൽ ഒരു ലീഗൽ ബേസിസ് ഉണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യ ഉണ്ട്, ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ ഇന്ത്യ ഉണ്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറഞ്ഞൊരു 1947 നമ്മൾ ഇൻഡിപെൻഡന്റ് ആയപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് നമുക്ക് ഇൻഡിപെൻഡൻസ് തന്നതല്ല, പക്ഷെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി എന്ന് അവര് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സറണ്ടർ ഡോക്യുമെന്റ് ആണ് ആക്ച്വലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഒരു സറണ്ടർ ഡോക്യുമെന്റ് ആണ്. ആ സറണ്ടർ ലെജിസ്ലേഷനിൽ ഇന്ത്യ എന്ന് പറയുന്നു. അപ്പോൾ ഈ പൊളിറ്റിക്കൽ എൻറ്റിറ്റി, ഇന്ത്യ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ എൻറ്റിറ്റി, ആ പൊളിറ്റിക്കൽ എൻറ്റിറ്റിയുടെ സാധാരണക്കാർ ഒരു പുതിയ ഇന്ത്യ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ഇന്ത്യ ഏതാണ്? അതാണ് പറയുന്നത് സോവറൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അപ്പൊ ഈ ഡെമോക്രാറ്റിക്കും റിപ്പബ്ലിക്കിന്റെ അർത്ഥം ജനാധിപത്യം എന്നാണ്, ഡെമോക്രാറ്റിക് എന്നാണ്, ജനാധിപത്യ ഇന്ത്യ. അപ്പൊ ജനാധിപത്യ ഈ സെക്യുലർ മതേതര ഇന്ത്യ, സോഷ്യലിസ്റ്റ് ഇന്ത്യ, സോവറൻ ഇന്ത്യ, അതായത് ആരുടെയും ഒരു മറ്റൊരു രാജ്യത്തിന്റെ കീഴിൽ അല്ലാത്ത സോവറൻ ഇന്ത്യ, സോവറൻ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, സെക്യുലർ റിപ്പബ്ലിക് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു പുതിയൊരു ഇന്ത്യ ഉണ്ടാക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? അന്ന് നിലനിൽക്കുന്ന എല്ലാ ഇന്ത്യ എന്നുള്ള
എന്നുള്ള ഭാരതം, ഇന്ത്യ എന്നൊക്കെ ഉള്ള ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് എന്നാണ്. അപ്പൊ ഭാരതവാദികൾ ഒരു പുതിയ ഭാരതം ആണ്. അപ്പൊ അന്ന് നിലനിൽക്കുന്ന ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്നുള്ള എല്ലാ കോൺസെപ്റ്റുവലൈസേഷൻസിനെയും നമ്മൾ റിജക്ട് ചെയ്യണം. നമ്മൾ ഒരു പുതിയ ഇന്ത്യ, ഒരു പുതിയ ഭാരതം ഇതിനെ ക്രിയേറ്റ് ചെയ്യണം. പുതിയ ഇന്ത്യ, പുതിയ ഭാരതത്തിനെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടുത്തെ സാധാരണക്കാർ അതിലെന്താണുള്ളത്? അതാണ് പറയുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സ്വാഭിമാനം, സാഹോദര്യം, ഈ മൂല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സോഷ്യൽ ഓർഡർ ഉള്ള ഒരു പുതിയ ഇന്ത്യയാണ് നമ്മൾ തീരുമാനിക്കാൻ പോകുന്നത് എന്നാണ് വളരെ അർത്ഥവത്തായിട്ടുള്ള പ്രിയാമ്പിൾ പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് സ്വാതന്ത്ര്യമില്ല, സമത്വമില്ല, സാഹോദര്യമില്ല, സ്വാഭിമാനമില്ല. ഇതിൽ അധിഷ്ഠിതമായ ന്യായവുമില്ല, ജസ്റ്റിസുമില്ല. ഇതിൽ അധിഷ്ഠിതമായ ഈ ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യവും സമത്വവും സ്വാഭിമാനവും എല്ലാവരും തമ്മിൽ സാഹോദര്യമുള്ള ഒരു സമൂഹം ഇല്ലാത്തത് കൊണ്ട് അതിനെ നിർമ്മിക്കാൻ ഉള്ള ഒരു തീരുമാനമാണ് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഈ നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നിലവിലുള്ള എല്ലാ കോൺസെപ്ഷൻസിനെയും നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിലല്ല പുതിയ ഇന്ത്യ ഉണ്ടാക്കുന്നത്. അതിൽ നന്മ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ ഉൾക്കൊള്ളാം. പക്ഷെ ഒരു പുതിയ സങ്കല്പമാണ് നമ്മൾ ഈ നാട്ടിലെ പാവപ്പെട്ടവർ, സാധാരണക്കാർ അവരുടെ സ്വാതന്ത്ര്യം, സമത്വം, സ്വാഭിമാനം, സാഹോദര്യത്തിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഒരു പ്രൊവിഷൻ കൂടെ നമ്മൾ നോക്കിയാൽ അത് വളരെ ഏറെ വ്യക്തമാകുന്നു. ആർട്ടിക്കിൾ 38(1) പറയുന്നത് ഇത് എന്തുകൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പർപ്പസ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് 38(1) പറയുന്നു. The state shall strive to promote the welfare of the people by securing and protecting as effectively as it may a social order in which justice, social, economic and political shall inform all institutions of national life. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്ന് ഉണ്ടാക്കുന്ന ഭരണകൂടം, സ്റ്റേറ്റ്, അതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്താണ്? ആളുകളുടെ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുക. പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. എങ്ങനെ? ബൈ ക്രിയേറ്റിംഗ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ്. സെക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊട്ടക്റ്റിംഗ്, ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊട്ടക്റ്റിംഗ് എ സോഷ്യൽ ഓർഡർ. ഇക്കണോമിക് ഓർഡർ അല്ല, പൊളിറ്റിക്കൽ ഓർഡർ അല്ല, സോഷ്യൽ ഓർഡറാണ്. എ സോഷ്യൽ ഓർഡർ. അപ്പൊ ഒരു പുതിയ സോഷ്യൽ ഓർഡർ ഉണ്ടാക്കാനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പരമ ഉദ്ദേശം എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ നോക്കൂ. എങ്ങനത്തെ സോഷ്യൽ ഓർഡർ? ഇൻ ദി ജസ്റ്റിസ്, ന്യായം, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, സാമ്പത്തികമായും രാഷ്ട്രീയമായും സാമൂഹികമായിട്ടുള്ള ന്യായം ഷെൽ ഇൻഫോം ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ലൈഫ്. ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻസും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഫങ്ഷനാലിറ്റി ആണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എനി ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ ഫീൽഡുണ്ട്. അത് ഡഗ്ലസ് നോർത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു ഇക്കോണമിസ്റ്റിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇതിൽ. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എ സെറ്റ് of norms or rules, including the way they are actually carried out. For ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ചാൽ ഒരു ആക്ടിവിറ്റിയാണ് carried out in accordance with certain norms and rules. ചില നിയമങ്ങളും മൂല്യങ്ങളും അനുസരിച്ച് നടത്തുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെറും കാഷ്വൽ ഇന്ററാക്ഷൻ അല്ല, ഒരു ചിട്ടപ്രകാരം നടത്തുന്ന എല്ലാ പ്രവൃത്തികളുമാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭരണഘടനയിൽ പറയുന്നത് ഈ ചിട്ടപ്രകാരം നടത്തുന്ന എല്ലാ പ്രവൃത്തികളിലും സോഷ്യൽ ജസ്റ്റിസ് വേണം, ഇക്കണോമിക് ജസ്റ്റിസ് വേണം, പൊളിറ്റിക്കൽ ജസ്റ്റിസ് വേണം എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് ഒന്നും എക്സാമ്പിൾ അല്ല. ഇത് ഭരണകൂടമായാലും ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ആയാലും
സോഷ്യൽ ആക്ടിവിറ്റീസ് ആയാലും മതപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആയാലും ജാതിപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആയാലും ഏതായാലും ഈ ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒരു ചിട്ടപ്രകാരം ഒരു നോംസ് പ്രകാരം നടത്തുന്ന ആക്ടിവിറ്റീസ് ആണ്. ഇതിലെല്ലാം സോഷ്യൽ ജസ്റ്റിസ് വേണം, ഇക്കണോമിക് ജസ്റ്റിസ് വേണം, പൊളിറ്റിക്കൽ ജസ്റ്റിസ് വേണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പരിധി വെറും സർക്കാരിൽ നിന്ന് മാത്രം, സർക്കാരിന്റെ പ്രവൃത്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, എല്ലാ ഫീൽഡ് ഓഫ് നാഷണൽ ലൈഫിലും അത് കയറി ഒരു പുതിയൊരു ഇന്ത്യയെ, ഒരു പുതിയൊരു സമൂഹത്തിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഇത് ശ്രമിക്കുന്നത്. ഇതാണ് എൻ്റെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇതിനു വേണ്ടി ഒരു കാര്യം കൂടെ, ഇതിനു വേണ്ടി ഈ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലെ 5 തരത്തിലുള്ള റൈറ്റ്സ്, അധികാരങ്ങൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നു. നമുക്കുള്ള മനുഷ്യർ ആയി ജനിച്ചത് കൊണ്ട് നമുക്കുള്ള ഒരു അധികാരങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നതല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യാറ്. അതെന്താണ്? സമത്വം, റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം. സോ അത് ഈ പ്രിയാമ്പിളിൽ പറഞ്ഞ അതേ തത്വങ്ങളാണ്. പക്ഷേ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റൈറ്റ്സ് നമുക്ക് തരുന്നു. റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള റൈറ്റ്സ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജൻ, അതായത് വിശ്വാസ സ്വാതന്ത്ര്യം, മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അവിടെയാണ് മൈനോറിറ്റി റൈറ്റ്സ് വരുന്നത്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. അങ്ങനെ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പരമത്വം കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് റൈറ്റ്സ് ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കുണ്ടായിരുന്നു. പിന്നെ പാർട്ട് 4 ഈ എങ്ങനെ ആയിരിക്കണം നമ്മുടെ സോഷ്യൽ ഓർഡർ, അത് ഞാൻ 38 വായിച്ചു. 39 ഒരു 6 അതിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. എല്ലാവർക്കും ലൈവ്ലിഹുഡ് വേണം. ഈ മെറ്റീരിയൽ റിസോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ടു ബെസ്റ്റ് സർവ് ദ കോമൺ എൻഡ്സ്. ഒരു കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് പാടില്ല. ഇത് കുറച്ചുകൂടെ ഒരു ഇക്കണോമിക് ആസ്പെക്റ്റ് ആണ്. പിന്നെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ആസ്പെക്ട്സ് ആണ്. ഈ തുല്യ വേതനം കൊടുക്കണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഈ ലേബർ, ഹ്യൂമൻ ഡിഗ്നിറ്റിക്കും ഹ്യൂമൻ വളർച്ചയ്ക്കും പറ്റിയ ലേബറെ പാടുള്ളൂ, അല്ലാതെ മനുഷ്യരെ തകർക്കുന്ന ലേബർ പാടില്ല, ഇൻഹ്യൂമൻ ലേബർ പാടില്ല. കുട്ടികളെ ഡെവലപ്പ് ചെയ്യണം. ഇങ്ങനെ കുറച്ചൊരു ഇക്കണോമിക് ഡയമെൻഷൻ കൊടുക്കുന്ന സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഈ ആർട്ടിക്കിൾ 39 പറയുന്നു. ഇത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കാണുമ്പോൾ അവസാനം നമ്മൾ ഓർക്കേണ്ടത്, അപ്പൊ ഇതിന്റെ എസെൻസ് എന്താണ്? ഇതിന്റെ എസെൻസ് നമ്മൾ ഒരു പുതിയ ഒരു സൊസൈറ്റി, ഈ പ്രിൻസിപ്പിൾസ് പറയുന്ന ഒരു പുതിയൊരു രാജ്യത്തിനെ, പുതിയൊരു സമൂഹത്തിനെയും നിർമ്മിക്കാനുള്ള ഒരു എക്സസൈസ് ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് ഇതിൻ്റെ എതിരെ ഇവിടെ നിലനിന്നിട്ടുള്ള പഴയ സോഷ്യൽ ഓർഡേഴ്സിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, രാഷ്ട്രസങ്കല്പത്തിൽ നിന്നും, പ്രത്യേകിച്ച് ഹിന്ദു രാഷ്ട്രസങ്കല്പത്തിൽ നിന്നും വലിയ എതിർപ്പ് തുടക്കത്തിൽ മുതൽ ഈ ഭരണഘടനയ്ക്കെതിരെ ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ എതിർപ്പ് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെതിരെയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പുതിയ രാഷ്ട്രത്തിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പണ്ട് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആ സോഷ്യൽ ഓർഡർ ഇതിനെ ഇല്ലാതാക്കി അവരുടെ പഴയ സോഷ്യൽ ഓർഡറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു വലിയൊരു എഫർട്ടാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു എസെൻസ് ഓഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറയുന്നത്. രണ്ടാമത് നമ്മൾ പറയേണ്ടത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഇവിടുത്തെ സാധാരണക്കാർ കണ്ടത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ നമ്മൾ കാണേണ്ടത് ഈ രണ്ട് ദളിത് മെമ്പേഴ്സ്, ഡോക്ടർ അംബേദ്കറിന്റെ അടുത്ത സഹപ്രവർത്തകരായ 2 ദളിത് മെമ്പേഴ്സ് ഓഗസ്റ്റ് 27 1947
അതായത് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 12ാം ദിവസം അവർ സംസാരിച്ചു. അവർ പറഞ്ഞു ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞു, പക്ഷെ ഇവിടുത്തെ ഷെഡ്യൂൾ കാസ്റ്റിന്റെ മനസ്സിൽ ഭയമുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഭയം? ഈ ഹിന്ദുസ് ആർ കമ്മിങ് ടു പവർ എന്നവർ പറഞ്ഞു. അവരുടെ വാക്കുകളാണ്, എൻ്റെ വാക്കുകളല്ല. ഹിന്ദുസ് ആർ കമ്മിങ് ബാക്ക് ടു പവർ. അന്ന് ഹിന്ദു എന്ന് വെച്ചാൽ വെറും നമ്മളാരും ഹിന്ദുക്കളല്ല, നമ്മൾ ഔട്ട് കാസ്റ്റ് ആണ്, ഔട്ട് ഓഫ് കാസ്റ്റ് ആണ്. കാസ്റ്റ് ഇല്ലാതെ ഹിന്ദു ആകാൻ ഒക്കില്ല. അപ്പൊ ഔട്ട് കാസ്റ്റ് ഹിന്ദു അല്ല, ജാതിയും വർണ്ണവും ഇല്ലെങ്കിൽ ഹിന്ദു അല്ല. അപ്പൊ ഹിന്ദു എന്ന് വെച്ചാൽ ജാതിയും വർണ്ണം ഉള്ളവർ മാത്രമാണ്, ഔട്ട് കാസ്റ്റ് അല്ല. അപ്പൊ അവര് പറയുന്നത് എന്താണ്? ഹിന്ദുസ് ആർ കമ്മിങ് ടു പവർ. അവര് വീണ്ടും ഹിന്ദു രാഷ്ട്രത്തിനെ തിരിച്ചു കൊണ്ടുവരുമോ? വർണ്ണാശ്രമ ധർമ്മത്തിനെ തിരിച്ചു കൊണ്ടുവരുമോ? ഷെഡ്യൂൾ കാസ്റ്റിനെ വീണ്ടും ഹാരസ് ചെയ്യാൻ, വീണ്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ചൂഷണം ചെയ്യാൻ ഇത് കൊണ്ടുവരുമോ എന്ന് അവർ വളരെ ക്ലിയർ ആയിട്ട് മിസ്റ്റർ മുനുസ്വാമി പിള്ളയും മിസ്റ്റർ നാഗപ്പ എന്ന് പറയുന്ന 2 ദളിത് മെമ്പേഴ്സ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഞങ്ങളുടെ മനസ്സിൽ ഭയമുണ്ട്. മിസ്റ്റർ നാഗപ്പ പറഞ്ഞു, ഞങ്ങള് മനുഷ്യരാണെന്ന് റെക്കഗ്നൈസ് ചെയ്യണം. ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, മെറിറ്റ് ഇല്ല, ഞങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മനുഷ്യത്വം ഡിനൈ ചെയ്യരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂ ഷെയർ ഓഫ് പവർ വേണം. നമ്മളിവിടെ ഫൈറ്റ് ചെയ്തത് സ്വരാജ്യനാണ്, സ്വയംഭരണത്തിനാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് നമുക്ക് ഡ്യൂ ഷെയർ ഓഫ് പവർ വേണം. അല്ലെങ്കിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് രാജ്യത്തിനെ വീണ്ടും വിഭജിക്കണം എന്നാണ്. അല്ലാതെ നമ്മൾ ഈ ബ്രിട്ടീഷുകാരെ പുറത്താക്കി, അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ ബ്രിട്ടീഷുകാരെ പുറത്താക്കുന്നത് വെറും ഒരു സവർണർക്ക് അധികാരം കൊടുക്കാനല്ല, നമുക്ക് അധികാരം വേണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ പോരാടിയത്. നമ്മുടെ പോരാട്ടത്തിൽ കൂടെയാണ് ഇവിടെ സ്വാതന്ത്ര്യം വന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ 47 17 വർഷം മുമ്പ് 1930 ലണ്ടനിലെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ, അതായിരുന്നു ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മീറ്റിംഗ് ആയിരുന്നു റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അത് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ അർത്ഥത്തിലല്ല, ഭരണഘടന, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണഘടന 1919 ഭരണഘടന മാറ്റി പുതിയൊരു 1935 ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമം നടത്തി. അതിലൊരു സൈമൺ കമ്മീഷൻ ഉണ്ടാക്കി. അതിൽ ഇന്ത്യൻസിന് യാതൊരു പ്രാതിനിധ്യവും കൊടുത്തില്ല. ഇന്ത്യൻസ് നമ്മൾ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധത്തിന് റെസ്പോൺസ് ആയിട്ട് അവർ ലണ്ടനിൽ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് വിളിച്ചു. ഈ പുതിയ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഇന്ത്യൻ ലീഡർഷിപ്പിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കേൾക്കാം എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു. അത് രാജാവ് സ്വയം ആ കോൺഫറൻസിന്റെ ചെയർമാൻ ആയിരുന്നു. എല്ലാ ടോപ്പ് ബ്രിട്ടീഷ് ഒഫീഷ്യൽസും അതിലുണ്ടായിരുന്നു. അതിൽ ഡിപ്രസ് ക്ലാസ്സസ്, നമ്മളെല്ലാം ഉൾപ്പെടുന്ന ഡിപ്രസ് ക്ലാസ്സസിന്റെ 2 പ്രതിനിധികളിൽ ഒരാളായി ഡോക്ടർ ഭീംറാവ് അംബേദ്കർ ലണ്ടനിൽ പോയി. ആ ലണ്ടനിലെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഡോക്ടർ അംബേദ്കർ വളരെ വ്യക്തമായി പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോയി കഴിയുമ്പോൾ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കി ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കാണ്, എന്റെ വാക്കല്ല. ഓളിഗാർക്കി ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഓളിഗാർക്കി എന്ന് വെച്ചാൽ മോണോ ആർക്കി എന്ന് വെച്ചാൽ ഒരാളുടെ ഭരണം. മോണോ എന്ന് വെച്ചാൽ ഒന്ന്, ആർക്കി എന്ന് വെച്ചാൽ ഭരണം. ഓളിഗോസ് എന്ന് വെച്ചാൽ സ്മോൾ നമ്പർ എന്നാണ്. അതായത് നമുക്കിപ്പോ കെമിസ്ട്രി പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അതുപോലെ ഓളിഗോ ആർക്കി എന്ന് വെച്ചാൽ, ഓളിഗാർക്കി എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരുടെ ഭരണം ആയിരിക്കും ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, അന്ന് പോലും ഇവിടെ ഈ അപ്പർ കാസ്റ്റ് ആണ് ഈ ഭരണം മുഴുവൻ മോണോപ്പൊളൈസ് ചെയ്യുന്നത്. അവരുടെ എല്ലാ താക്കോൽ സ്ഥാനങ്ങളും അവരുടെ കയ്യിലാണ്. അത് ദുരുപയോഗപ്പെടുത്തി നമ്മളെ they are denying us justice, equity and good conscience എന്ന് ഡോക്ടർ അംബേദ്കർ റൗണ്ട് ടേബിൾ കോൺഫറൻസിനോട് പറഞ്ഞു. അതിനെ മറികടക്കാനാണ് ഡോക്ടർ അംബേദ്കർ പ്രാതിനിധ്യ ജനാധിപത്യം വേണം, എല്ലാവർക്കും, എല്ലാ സമുദായങ്ങൾക്കും, ഓൾ കമ്മ്യൂണിറ്റീസ്. അദ്ദേഹം ബാക്ക്വേർഡ് ക്ലാസ് എന്നല്ല പറയുന്നത്, റിസർവേഷൻ എന്നല്ല പറയുന്നത്. ഓൾ കമ്മ്യൂണിറ്റീസ് മസ്റ്റ് ഹാവ് ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ എന്ന് അദ്ദേഹം ആദ്യമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫറൻസിൽ അത് മുന്നോട്ട് വെക്കുന്നത് 1930 എല്ലാ സമുദായങ്ങൾക്കും ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം വേണം
എന്ന ഉള്ള ഒരു ഡിമാൻഡ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. പ്രാതിനിധ്യ ജനാധിപത്യം ഡിപ്രസ് ക്ലാസസിന്റെ ഈ ഇലക്ടറൽ ഡെമോക്രസി, തെരഞ്ഞെടുത്ത സർക്കാരിന്റെ ഒപ്പം അതേ പ്രാധാന്യത്തോടുകൂടി പ്രാതിനിധ്യ ജനാധിപത്യവും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുള്ള ജനാധിപത്യവും, ഇത് രണ്ടും ഡിപ്രസ് ക്ലാസസിന് തുല്യ പ്രധാനമാണ് എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞു. പക്ഷേ പ്രാതിനിധ്യ ജനാധിപത്യത്തിനെ അട്ടിമറിച്ചു. അത് മറ്റൊരു കഥയാണ്. ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്നത് വെറും 4 കമ്മ്യൂണിറ്റീസിന്റെ കയ്യിലാണ് ഇന്ത്യയുടെ പവർ ഇരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയും അവരുടെ മക്കളാണെന്ന് സ്വയം ക്ലെയിം ചെയ്യുന്ന മറ്റ് 2 കമ്മ്യൂണിറ്റീസും അവരാണ് കേരളത്തിനെ ഭരിക്കുന്നത്. എല്ലാ സ്റ്റേറ്റ്സിലും 2-3 കമ്മ്യൂണിറ്റീസിന്റെ കയ്യിലാണ് പവർ ഇരിക്കുന്നത്. വേറെ ആർക്കും പ്രാതിനിധ്യമില്ല. അപ്പോൾ ഈ നമ്മൾ എൻവിസാജ് ചെയ്യുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന പുതിയ രാഷ്ട്രത്തിൽ പ്രാതിനിധ്യ ജനാധിപത്യം ഉണ്ടാകുമെന്നും ഈ ഹിന്ദു, അതായത് ഈ ജാതിയും വർണ്ണവും ഉള്ള ഹിന്ദു, ജാതിയും വർണ്ണം, അതിലേക്ക് നമ്മൾ തിരിച്ചു വരും. ജാതിയും വർണ്ണമുള്ള ഹിന്ദു, നമ്മൾ ഹിന്ദുക്കളല്ല അന്ന്. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഹിന്ദുസ് ആർ കമ്മിങ് ടു പവർ. ഹിന്ദു എന്ന് വെച്ചാൽ ജാതിയും വർണ്ണവും ഇല്ലാത്തവര് ഹിന്ദുക്കളല്ല, ഔട്ട്കാസ്റ്റ് ആണ്. ഔട്ട്കാസ്റ്റ് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് കാസ്റ്റ്. കാസ്റ്റ് എന്ന് വെച്ചാൽ ജാതി ആൻഡ് വർണ്ണം. ജാതി ആൻഡ് വർണ്ണത്തിന്റെ പുറത്തുള്ളവരാണ് ഔട്ട്കാസ്റ്റ്. അവര് ഹിന്ദുക്കളല്ല. അപ്പോൾ ഈ ഹിന്ദുക്കളുടെ ഭരണമാണ് വരാൻ പോകുന്നത്, അതായത് സവർണന്റെ ഭരണമാണ് വരാൻ പോകുന്നത്. അത് വന്നാൽ, ഈ ഓളിഗാർക്കി വന്നാൽ നമുക്ക് ഒരു രക്ഷയില്ല എന്ന് ലോകത്തെല്ലായിടത്തും ഉള്ള അനുഭവം നമ്മളെ കാണിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു ഓളിഗാർക്കി അവരുടെ ഹിതത്തിനുള്ള നയങ്ങളും നിയമങ്ങളും മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 3/4 നൂറ്റാണ്ടായിട്ട് നമ്മൾ കാണുന്നത്. ഈ ഓളിഗാർക്കി തന്നെയാണ് ഭരിക്കുന്നത്. ഡോക്ടർ അംബേദ്കർ പറഞ്ഞതുപോലെ ആ ഓളിഗാർക്കി ഭരണം കാരണം ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാർ, അതുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രി പറയുന്നത് 80% കോടി ആൾക്കാർക്ക് റേഷൻ കൊടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? വേറെ ഏതെങ്കിലും രാജ്യമുണ്ടോ ഇത്രയും ആൾക്കാർക്ക് റേഷൻ കൊടുക്കുന്നത്? അതായത് അവര് വലിയ ദാരിദ്ര്യത്തിലാണ്. വലിയ ഒരു, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയില് വലിയ ദാരിദ്ര്യത്തിലാണ്. ഞാൻ അവിടെ കുറെ വർഷം താമസിച്ചിട്ടുള്ളതാണ്. വലിയ ദാരിദ്ര്യത്തിലും വലിയ ഒരു സഫറിങ്ങിലുമാണ് നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങൾ ഭരിക്കുന്നത്. അതിന്റെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ പ്രാതിനിധ്യ ജനാധിപത്യമില്ല, ഇവിടെ ഒരു ഓളിഗാർക്കി ഭരിക്കുന്നു. അപ്പൊ ആ ഓളിഗാർക്കിയെ എല്ലാം ഡിസ്ട്രോയ് ചെയ്ത് ഒരു പുതിയ ഭാരതം ഉണ്ടാക്കാനാണ് ഈ ഭരണഘടനയുടെ ഒരു ശ്രമം. ഇതാണ് ഭരണഘടനയെ കുറിച്ചുള്ള ആദ്യത്തെ എൻ്റെ ഭാഗം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ഇനിയിപ്പോ ഒരു ഗുരുവിന്റെ ദർശനത്തിലേക്കുള്ളൊരു കണക്ഷൻ ഞാൻ കൊണ്ടുവരുന്നു. അതായത് ഭരണഘടന നമുക്ക് തരുന്നത് ഒരു ചില മൂല്യങ്ങളും ചില അധികാരങ്ങളുമാണ്. ഈ മൂല്യങ്ങളും അധികാരങ്ങളുടെയും അടിത്തറ, എൻ്റെ ഫൗണ്ടേഷൻ ഒരു ഫിലോസഫി ആയിരിക്കണം, ഒരു സോഷ്യൽ ഫിലോസഫി ആയിരിക്കണം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് സൊസൈറ്റിയിൽ നിന്നാണ്. അപ്പോൾ ആ സോഷ്യൽ ഫിലോസഫി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഡിബേറ്റ് ചെയ്ത് അഗ്രി ചെയ്യാൻ ഒക്കില്ല. എന്ന് വെച്ചാൽ അത് സൊസൈറ്റിയിൽ നിന്നും വരുന്ന ഫിലോസഫിയിൽ നിന്നാണ് എല്ലാ രാജ്യത്തിലും ശാശ്വതമായി നിലനിൽക്കുന്ന ഭരണഘടനകൾ ഉണ്ടാകുന്നത്. അത് എല്ലാ രാജ്യത്തിന്റെ ഭരണഘടനകൾ പഠിച്ചാലും നമുക്കത് മനസ്സിലാവും. ഇല്ലാത്ത ഭരണഘടനകൾ നിലനിൽക്കില്ല, അതിനെതിരെ വലിയ അറ്റാക്ക് ഉണ്ടാകും. മിക്കവാറും ഇന്ത്യയിൽ പോലെയല്ല, ഈ വർഗങ്ങളിൽ നിന്നും വരുന്ന ഫിലോസഫിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കി ഇമ്പോസ് ചെയ്യുന്നത്, ജനങ്ങളുടെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്നത്. അത് ജനങ്ങളിൽ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് അത് തകരും. ഇവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 3/4 നൂറ്റാണ്ട് നിലനിന്നിട്ടുള്ളത് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു അന്തസത്ത് ഒരു ജനാധിപത്യ വീക്ഷണമാണ്. ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള മൂല്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ അധികാരങ്ങളും മൂല്യങ്ങളുമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഇത് നിലനിന്നിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ എതിർപ്പ് വരുന്നത് ഭരണവർഗങ്ങളിൽ നിന്നാണ്. എന്നാലും ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടർലൈൻ സോഷ്യൽ ഫിലോസഫി എന്തായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ നിന്നാണ് ഞാൻ ഗുരു ദർശനത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഈ സോഷ്യൽ ഫിലോസഫി അന്ന്, ഈ എസ്പെഷ്യലി ഈ പാർട്ടിഷൻ കഴിഞ്ഞ പിന്നെ
ഇവിടുത്തെ ഡോമിനന്റ് കമ്മ്യൂണിറ്റി ഈ ഹിന്ദുസ് ആണ് എന്നുള്ളതാണ് ഒരു അക്സെപ്റ്റഡ് പൊസിഷൻ. അപ്പൊ ഹിന്ദു എന്ന് വെച്ചാൽ ആരാണ് എന്നുള്ളത് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നു, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ ഈ ഹിന്ദു ഫിലോസഫി ആയിരിക്കണം ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിത്തറയിൽ നിൽക്കുന്ന സോഷ്യൽ സ്പിരിച്വൽ ഫിലോസഫി, അല്ലെങ്കിൽ ഒരു ഫിലോസഫി. അത് സോഷ്യൽ ആയിരിക്കാം, സ്പിരിച്വൽ ആയിരിക്കാം. അതിന്റെ മുകളിലാണ് ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. അപ്പൊ അത് ഈ ഹിന്ദു ഫിലോസഫി ആകാൻ പാടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനിൽ ഗുരുവും ഡോക്ടർ അംബേദ്കറും വളരെ വ്യക്തമായി പറയുന്നു. 1936 അദ്ദേഹം എഴുതിയ അനൈഹിലേഷൻ ഓഫ് കാസ്റ്റ് ഒരു പ്രസംഗമായിട്ട് കൊടുക്കാൻ എഴുതിയതാണ്, പക്ഷെ പ്രസംഗം നടന്നില്ല. അതിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, the first and foremost thing that must be recognized is that Hindu society is a myth. ഗുരു പറയുന്നു 25 ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ. ഡോക്ടർ അംബേദ്കർ പറയുന്നു 36 ഹിന്ദു സൊസൈറ്റി എന്നൊന്നില്ലല്ലോ എന്ന് പറയുന്നു. ഹിന്ദു സൊസൈറ്റി ഈസ് എ മിത്ത്. ഹിന്ദു സൊസൈറ്റി as such does not exist. ഇത് ബാബാ സാഹിബും പറയുന്നു, 11 വർഷം മുമ്പ് ഗുരുദേവൻ പറയുന്നു. പക്ഷെ നമ്മൾ ഇതാരും റെക്കഗ്നൈസ് ചെയ്യാനോ അക്സെപ്റ്റ് ചെയ്യാനോ തയ്യാറല്ല. നമ്മളത് ചെയ്യാൻ തയ്യാറല്ല എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും ഈ ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഇങ്ങനെ ഇത് മനസ്സിലാക്കാതെ അറ്റാച്ച്ഡ് ആയി നിൽക്കുക. അപ്പോൾ അംബേദ്കർ പറയുന്നു, ഹിന്ദു സൊസൈറ്റി ഈസ് ഓൺലി എ കളക്ഷൻ ഓഫ് കാസ്റ്റ്, ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നു. ഡോക്ടർ അംബേദ്കർ അതുകൊണ്ട് എന്താ പറയുന്നത്, ഈ ഒരു പുതിയ ഇന്ത്യ ഉണ്ടാക്കണമെങ്കിൽ ഈ ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റിനെ അനൈഹിലേറ്റ് ചെയ്യണം എന്നാണ് അംബേദ്കർ പറയുന്നത്. ഹിന്ദു എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് കാസ്റ്റ് ആണ്. കാസ്റ്റിനെ അനൈഹിലേറ്റ് ചെയ്താൽ, അല്ലാതെ ഒരു ആക്ച്വൽ സൊസൈറ്റി അല്ല, ഒരു കളക്ഷൻ മാത്രമാണ്. അപ്പൊ ഇത് ഗുരു 11 വർഷം മുമ്പ് പറഞ്ഞതായിട്ട് വളരെ സാമ്യമുണ്ട്, അതിലേക്ക് ഞാൻ വരുന്നു. പക്ഷേ ഒരു കളക്ഷൻ ഓഫ് കാസ്റ്റ് ആണ് ഹിന്ദു സൊസൈറ്റി, ഒരു സൊസൈറ്റി അല്ല. ഗുരു പറയുന്നത് എന്താണ്, 11 മതങ്ങളുടെ പൊതുപ്പേരാണ് ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ. അംബേദ്കർ പറയുന്നു, വെറും കാസ്റ്റുകളുടെ കളക്ഷനാണ് ഹിന്ദു സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഇല്ലല്ലോ. ഗുരു ഇതിനെ തിയോളജിക്കലായിട്ട്, ആധ്യാത്മികതമായി തിയോളജിക്കലായിട്ട് പറയുന്നു, ഇങ്ങനത്തെ ഒരു മതമേ ഇല്ലല്ലോ. ഇത് മതങ്ങളുടെ ഒരു 11 ആര്യൻ ബ്രാഹ്മണ മതങ്ങൾ, ആര്യൻ ബ്രാഹ്മണ എന്ന് ഗുരു പറഞ്ഞില്ല, ഞാൻ പറയാണ്, സവർണ മതങ്ങളുടെ ഒരു പൊതുപ്പേര് മാത്രമാണ് ഹിന്ദു. അംബേദ്കർ പറയുന്നു, ഈ ഹിന്ദു സൊസൈറ്റി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മിത്താണ്, ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. എക്സാക്ട് അംബേദ്കറിന്റെ വാക്കുകളാണ്, എന്റെ വാക്കുകളല്ല. ഹിന്ദു സൊസൈറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. വളരെ ആഴത്തിൽ ഹിന്ദു സൊസൈറ്റിയെ അറിയുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്ത ആളാണ് ഈ പറയുന്നത്. ഹിന്ദു സൊസൈറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. എനിക്കൊരു മെമ്പർഷിപ്പ് ഉള്ള ഒരു സൊസൈറ്റി ഇല്ല, കാസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അനൈഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് വെച്ചാൽ അനൈഹിലേഷൻ ഓഫ് ദിസ് മിത്ത്, ഈ ഒരു മിഥ്യയെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ അനൈഹിലേഷൻ ഓഫ് കാസ്റ്റിനെ കുറിച്ച് മഹാത്മാഗാന്ധി ഒരു കോമെന്റ് എഴുതുന്നു, അതിന് മറുപടി ഡോക്ടർ അംബേദ്കർ കൊടുക്കുന്നു. ആ മറുപടിയിൽ വളരെ ഹ്രസ്വമായി ഡോക്ടർ അംബേദ്കർ സ്വയം ഈ അനൈഹിലേഷൻ ഓഫ് കാസ്റ്റിന്റെ മെയിൻ പോയിന്റ്സ് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. എന്താണ്? പ്രിൻസിപ്പൽ പോയിന്റ്സ് വിച്ച് ഐ ഹാവ് ട്രൈഡ് ടു മേക്ക് ഔട്ട് ഇൻ മൈ സ്പീച്ച് മേ ബി കാറ്റലോഗ്ഡ് ആസ് ഫോളോസ്. 1, അത് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ പ്രധാന പോയിന്റ്സ് ഇതാണ് എന്ന് അംബേദ്കർ പറയുന്നു. ഏത് പ്രസംഗത്തിൽ? അനൈഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പ്രസംഗത്തിൽ. 1, കാസ്റ്റ് ഹാസ് റൂയിൻഡ് ദ ഹിന്ദുസ്. കാസ്റ്റ് ഹിന്ദുസിനെ നശിപ്പിച്ചു. 2, റീഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു സൊസൈറ്റി ഓൺ ദ ബേസിസ് ഓഫ് ചാതുർവർണ്ണ്യ ഇസ് ഇംപോസിബിൾ. ചാതുർവർണ്ണ്യയുടെ ബേസിസിൽ ഹിന്ദു സൊസൈറ്റിയെ റീഓർഗനൈസ് ചെയ്യാൻ പറ്റുകയില്ല, അതൊരു വെറും മിഥ്യയാണ് എന്ന് പറയുന്നു. 3,
the reorganization of Hindu society on the basis of Chaturvarnya is harmful because the effect of the Varna Vyavastha is to degrade the masses by denying them opportunity to acquire knowledge and to emasculate them by denying them the right to be armed. ബാബാ സാഹേബ് എന്താ പറയുന്നത്? 3 ഈ ചാതുർവർണ്ണ്യത്തിന്റെ ബേസിസിൽ ഹിന്ദു സൊസൈറ്റിയെ റീഓർഗനൈസ് ചെയ്യുന്നത് വളരെ ഹാനികരമായിരിക്കും, ഹാംഫുൾ ആയിരിക്കും. എന്തുകൊണ്ട്? ഒരു ചെറിയ, ഇത് അദ്ദേഹം പറയുന്നില്ല ജന്മനാൽ ഉള്ളൂ, പക്ഷേ കർമ്മനാൽ വർണ്ണം ഉണ്ടെങ്കിലും ഒരു ചെറിയ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർക്ക് മാത്രമേ വിദ്യ അക്വയർ ചെയ്യാനൊക്കെ ഉള്ളൂ. ബ്രാഹ്മണരായവർക്ക്, ദ്വിജരായവർക്ക്, അവർക്ക് ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ഈ ക്ഷത്രിയർക്കും വൈശ്യർക്കും അവർക്ക് ആവശ്യാനുസരണം. ബാക്കി ജനങ്ങൾക്ക്, സേവകരായിട്ടുള്ള ശൂദ്രന്മാർക്ക്, കർമ്മണാശൂദ്രന്മാരായവർക്ക് വിദ്യ അക്വയർ ചെയ്യാൻ പാടില്ല. അപ്പൊ അദ്ദേഹം പറയുന്നു വർണ്ണവ്യവസ്ഥയാണെങ്കിൽ ഈ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് വിദ്യ അക്വയർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് അവര് ഈ സൊസൈറ്റി തന്നെ നശിച്ചു പോകും. 2, അവർക്ക് യോദ്ധാക്കളാകാനുള്ള റൈറ്റ് എടുത്തു കളയാണ്. എല്ലാവർക്കും യോദ്ധാക്കളാകാനുള്ള റൈറ്റ് വേണം, അല്ലെങ്കിൽ അവര് ഇമാസ്കുലേറ്റ് ചെയ്യും എന്നാണ് ബാബാ സാഹേബ് പറയുന്നത്. അവര് അടിമകളായി പോകും. എന്ന് വെച്ചാൽ ഈ ആയുധധാരികളായിരിക്കാനുള്ള അധികാരം ഒരു ചെറിയ വർഗത്തിന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ അവരുടെ അടിമകൾ നാച്ചുറലി ആകും. അതുകൊണ്ടാണ് ഇന്ന് പോലും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വെച്ചിരിക്കുകയാണ് എല്ലാ വ്യക്തിക്കും ആയുധം പൊസസ് ചെയ്യാനും ഓൺ ചെയ്യാനും പൊസസ് ചെയ്യാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അധികാരം കൊടുത്തിരിക്കുകയാണ്. അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സർക്കാർ, ഭരണകൂടം ഡിക്റ്ററ്റോറിയൽ ആകും. അപ്പൊ കോമൺ പീപ്പിൾ മസ്റ്റ് ബി ആംഡ്. ഗവൺമെന്റ് കനോട്ട് ബി മോർ പവർഫുൾ ദാൻ കോമൺ പീപ്പിൾ. ഗവൺമെന്റ് കനോട്ട് ബി മോർ ആംഡ് ദാൻ പവർഫുൾ പീപ്പിൾ. അങ്ങനെ വരുമ്പോൾ ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടാകും. അപ്പൊ ജനാധിപത്യത്തിന് വേണ്ടി ഇന്ന് പോലും കുറെ ആൾക്കാർ ഈ തോക്ക് വാങ്ങിച്ച് മറ്റുള്ളവരെ കൊല്ലുന്നുവെങ്കിലും അവർ ഈ ഭരണഘടന പ്രൊവിഷൻ മാറ്റുന്നില്ല. ഞാൻ തന്നെ ഒരിക്കൽ ഈ ആഫ്രിക്കൻ അമേരിക്കൻസിന്റെ ഇടയിൽ വലിയൊരു ഓപ്പറേഷൻ, ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ ഞാൻ ആ സ്ഥലത്ത് പോയി, സൗത്ത് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. ഞാൻ അവിടെ ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആഫ്രിക്കൻ അമേരിക്കൻസ് ആയിട്ട് ആൾക്കാർ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ട്, ആയുധമുണ്ട്, ഒരു പോയിന്റ് കവിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ഫൈറ്റ് ചെയ്യും, ഞങ്ങൾക്കും ഫൈറ്റ് ചെയ്യാം ഇവര്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ജനങ്ങൾക്കും സർക്കാരിന്റെ എതിരെയും, ബാഹ്യ ശത്രുക്കളുടെ എതിരെ മാത്രമല്ല, അവരുടെ സ്വന്തം സർക്കാർ അവരെ എതിരെ തിരിഞ്ഞാൽ ഫൈറ്റ് ചെയ്യാനുള്ള അധികാരം ഉള്ള വെപ്പൺസ് അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ടാണ് അംബേദ്കർ പറയുന്നത് ഈ ആയുധം പൊസസ് ചെയ്യാനുള്ള, അംബേദ്കറിന്റെ വ്യൂ പോയിന്റ് ആണ്, എന്റെ വ്യൂ പോയിന്റ് അല്ല. അംബേദ്കർ പറയുന്നത് ആയുധം വെക്കാനുള്ള അധികാരം ഒരു ചെറിയ വിഭാഗത്തിന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരെ അവര് ചൂഷണം ചെയ്യും എന്നാണ് അംബേദ്കർ പറയുന്നത്. ഞാൻ വളരെ ഡീപ്പായിട്ട് അഹിംസയിലും സമാധാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ആർക്കും ആയുധം പാടില്ല, സർക്കാരിന് ഉൾപ്പെടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആയുധം തന്നെ ബാൻ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അംബേദ്കറിന്റെ പോയിന്റ് ചരിത്രം തെളിയിക്കുന്നു. അതായത് കുറച്ച് ആൾക്കാർക്ക് മാത്രം ആയുധം കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ അടിമകളാവും എന്നാണ് അംബേദ്കർ പറയുന്നത്. അതിനെ നമുക്ക് നിഷേധിക്കാൻ ബുദ്ധിമുട്ടാണ്. 4 അംബേദ്കർ പറയുന്നു ഹിന്ദു സൊസൈറ്റി മസ്റ്റ് ബി റീഓർഗനൈസ്ഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് ഗുരുവിന്റെ അതുല്യ ഒരു റോള് വരുന്നത്. ഹിന്ദു സൊസൈറ്റി മസ്റ്റ് ബി റീഓർഗനൈസ്ഡ് ഓൺ എ റിലീജിയസ് ബേസിസ് which would recognize the principles of liberty, equality and fraternity. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അംബേദ്കർ പറയുന്നത്. ഈ ഹിന്ദു സൊസൈറ്റിക്ക്, ഹിന്ദു എന്ന് ഇപ്പൊ പറയപ്പെടുന്ന സൊസൈറ്റിക്ക്, അതായത് ഈ സവർണർക്ക് ഒരു റിലീജിയസ് ബേസിസ് വേണം, മതപരമായിട്ടുള്ള ഒരു പുതിയ ബേസിസ് വേണം. എന്താണ്? സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഇത് 3ഉം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ആധ്യാത്മിക മതത്തിലേക്ക് അവർ മാറണം ഈ സവർണർ. എന്നാലേ ഈ ഹിന്ദു സൊസൈറ്റിയെ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ.
ഇത് എന്താണെന്ന് ഇപ്പൊ ഡോക്ടർ അംബേദ്കർ അറ്റാക്ക് ചെയ്യുന്നത് ഹിന്ദു സൊസൈറ്റിയാണ്. ഹിന്ദു സൊസൈറ്റി ഇല്ല, അത് വളരെ ഹാംഫുൾ ആണ് എന്ന് പറഞ്ഞ് അത് കാസ്റ്റുകളുടെ അതിന്റെ സംഘടന അതില്ല, സൊസൈറ്റി ആയിട്ടില്ല. പക്ഷെ അതിന്റെ സ്ട്രക്ചർ ഈ സൊസൈറ്റി ആണെന്ന് തെറ്റായി ക്ലെയിം ചെയ്യുന്ന ആ സ്ട്രക്ചർ വളരെ ഹാംഫുൾ ആണ്. അപ്പൊ അതിനെ ഇല്ലാതാക്കണം. മറിച്ച് ഈ സവർണരുടെ മതം ഈ സ്വാതന്ത്ര്യവും എല്ലാവരുടെയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു റിലീജിയസ് ബേസിസ് ഉണ്ടാക്കണം. അതെന്താണെന്ന് അദ്ദേഹം പറയുന്നില്ല. അപ്പൊ ഗുരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഹിന്ദു എന്നൊരു മതത്തിനെയാണ്, ഡോക്ടർ അംബേദ്കർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഹിന്ദു എന്നൊരു സമൂഹത്തിനെയാണ്. ഇത് രണ്ടും വളരെ കോംപ്ലിമെന്ററി ആണ്. ഒരേ ഒരു ഇവിടെ ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമത്വവും സ്വാതന്ത്ര്യവും സ്നേഹവും അനുകമ്പയുള്ള ഒരു പുതിയൊരു സോഷ്യൽ ഓർഡർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ രണ്ട് സൈഡിൽ നിന്നും വളരെ കോംപ്ലിമെന്ററി ആയിട്ട് അവർ അപ്രോച്ച് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ മനസ്സിലാക്കിയാൽ വളരെ പവർഫുൾ ആണ്. ഇത് രണ്ടും കൂടെ സമന്വയിപ്പിക്കുമ്പോൾ വളരെ ഒരു പവർഫുൾ റിസൾട്ടാണ് നമുക്ക് വരുന്നത്. ഗുരുവിന്റെ ദർശനവും ഡോക്ടർ അംബേദ്കറിന്റെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ മാനിഫെസ്റ്റോയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അപ്പൊ 5 ഈ പുതിയ റിലീജിയസ് ബേസിസ് വേണം. 5 in order to achieve this object, the sense of religious sanctity behind caste and varna must be destroyed. That the sanctity of caste and varna cannot be destroyed only by discarding the divine authority of the Shastras. That the sanctity of caste and varna can be destroyed only by discarding the divine authority of the Shastras. അപ്പൊ 5, 6 അവസാനത്തെ 2 പോയിന്റിൽ ബാബ സാഹബ് പറയുന്നത് ഈ ശാസ്ത്രങ്ങളുടെ ദിവ്യമാണെന്നുള്ള അതോറിറ്റി ഡിസ്ട്രോയ് ചെയ്താൽ ഡിസ്ട്രോയ് എന്നുള്ള വാക്കാണ് ഡിസ്കാർഡിങ് ക്യാൻ ബി ഡിസ്ട്രോയ്. ജാതി മതം ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ ഈ ശാസ്ത്രങ്ങൾ ദിവ്യമാണ് എന്നുള്ള ഒരു വിശ്വാസത്തിനെ ഡിസ്കാർഡ് ചെയ്യണം, നമ്മൾ കൈയൊഴിയണം. എന്നാലേ ഈ ജാതിയൻ വർണ്ണത്തിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ ഒക്കുള്ളൂ. ഇതാണ് അംബേദ്കർ പറയുന്നത്. അപ്പൊ ഈ അംബേദ്കറിന്റെ ഏറ്റവും ഫൗണ്ടേഷണൽ ആയിട്ടുള്ള പോയിന്റ് ഈ ഹിന്ദു എന്ന് പറയുന്ന സൊസൈറ്റി, അതായത് കാസ്റ്റുകളുടെ ഒരു കലക്ഷൻ, നമ്മളെ ഒപ്രസ് ചെയ്ത് നമ്മളെ മനുഷ്യത്വം ഡിനൈ ചെയ്യുന്ന ഒരു കാസ്റ്റ് സ്ട്രക്ചർ, അതിനെ ഇല്ലാതാക്കണമെങ്കിൽ ഒരു പുതിയ ഒരു റിലീജിയസ് കോൺസെപ്ഷൻ, നമുക്ക് ആധ്യാത്മികമായ മതപരമായ ഒരു കോൺസെപ്ഷന്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. അതില്ലാതെ ഇത് നടക്കില്ല എന്ന് അംബേദ്കർ പറയുന്നു. അംബേദ്കർ ഈ സൊസൈറ്റിയെ റിഫോം ചെയ്യണം എന്ന് പറയുന്നു. അവിടെയാണ് അപ്പൊ ഇത് ഇല്ലാതെ, ഈ ഒരു പുതിയൊരു ആധ്യാത്മിക റിലീജിയസ് ഫൗണ്ടേഷൻ ഇല്ലാതെ ഈ ഭരണഘടന ദുർബലമായി ഇരിക്കും. അതിനെ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ ഒരു പുതിയൊരു ദർശനം, ആധ്യാത്മികമായിട്ടുള്ള ഒരു ദർശനം അതിന്റെ അടിത്തറയായിട്ട് റെക്കഗ്നൈസ് ചെയ്താൽ മാത്രമേ ഈ ഭരണഘടനയ്ക്ക് ശക്തി കിട്ടുകയുള്ളൂ. അതാണ് ശ്രീനാരായണ ഗുരുവിന്റെ മാനവധർമ്മം. ശ്രീനാരായണ ഗുരുവിന്റെ മാനവധർമ്മം ഒരു സോഷ്യൽ ഓർഡറാണ്. ഒരു സോഷ്യൽ ഓർഡറിന്റെ ആധ്യാത്മിക ദർശനമാണ്. അതിൽ നിന്ന് ഒരു സോഷ്യൽ ഓർഡറാണ് ഉണ്ടാകുന്നത്. ആ സോഷ്യൽ ഓർഡർ ഈ അംബേദ്കർ പറയുന്നത് പോലെ ഒരു പുതിയ ഒരു സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും സാഹോദര്യത്തിലും നിലനിൽക്കുന്ന ഒരു സോഷ്യൽ ഓർഡർ, അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെയുള്ളൂ. ഇദ്ദേഹം പറയുന്നത് 36-ലാണ്. അത് കഴിഞ്ഞിട്ട് 14 വർഷം കഴിഞ്ഞിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇദ്ദേഹത്തിന്റെ ചെയർമാനായിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാകുന്നത്. ഇദ്ദേഹം ഈ അനൈലേഷൻ ഓഫ് കാസ്റ്റ് സ്പീച്ച് എഴുതുന്നതിന് 1-2 വർഷം മുമ്പ് ഇദ്ദേഹം ശിവഗിരിയിൽ പോയി. ഇദ്ദേഹം അവിടെ ഗുരുവിന്റെ മഹാസമാധി കഴിഞ്ഞിട്ടാണ്, ഗുരുദേവന്റെ സാന്നിധ്യത്തിലല്ല. അപ്പം അദ്ദേഹം പോയി. എന്നിട്ട് അവിടെ ഗുരുവിനെ കുറിച്ച് മനസ്സിലാക്കി. അത് അദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയത് എൻ്റെ അറിവിൽ നമ്മുടെ പ്രമുഖ ജേർണലിസ്റ്റായ ശ്രീ BRP ഭാസ്കറിന്റെ അച്ഛൻ ശ്രീ AK ഭാസ്കറാണ് അദ്ദേഹം എന്നാണ് എൻ്റെ അറിവ്. BRP ഭാസ്കർ അദ്ദേഹം തന്നെ എന്നോട് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ഡോക്ടർ അംബേദ്കർ കായ്ക്കരയിലുള്ള ഡോക്ടർ BRP ഭാസ്കറിന്റെ
വീട്ടിലേക്ക് വരുന്നത്. മിസ്റ്റർ AK ഭാസ്കർ അദ്ദേഹം സുഹൃത്തുക്കളായിരുന്നു. അവിടുന്ന് അവർ വള്ളം കയറി വർക്കലയിലോട്ട് പോകുന്നു. അപ്പൊ അവിടുന്ന് ശിവഗിരി പോയി ഈ ഗുരുവിനെ കുറിച്ചൊക്കെ അറിഞ്ഞു കാണും. അപ്പൊ അതിന്റെ ഒരു സബ് കോൺഷ്യസോ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സമന്വയം, ഒരു സംഗമം തീർച്ചയായിട്ടും ഗുരുവിന്റെ ദർശനവും അംബേദ്കറിന്റെ ദർശനവും തമ്മിൽ ഒരു സമന്വയം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പ്രകടമായി കാണാം, എനിക്ക് പ്രകടമായി കാണാം. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ശക്തി ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ ഈ മാനവധർമ്മമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആത്മാവ്. ഇതിൽ ആവശ്യമുള്ള, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു സോഷ്യൽ ഫിലോസഫി, ഒരു ആധ്യാത്മിക ഫിലോസഫി അടിത്തറയായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് സൊസൈറ്റിയിൽ നിന്ന്. ആ സൊസൈറ്റിയിലുള്ള ഒരു ദർശനം ആയിരിക്കണം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫൗണ്ടേഷനും അതിന്റെ ആത്മാവും. ആ ഒരു റോൾ ഹിന്ദു സൊസൈറ്റിക്ക്, ഹിന്ദു ഫിലോസഫിക്ക് ഒരിക്കലും ആ റോൾ എടുക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർ അംബേദ്കറും ഗുരുവും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. എന്ന് വെച്ചാൽ ഹിന്ദു സൊസൈറ്റിയുടെ കോൺസെപ്റ്റും ഈ ഭരണഘടനയുടെ ഞാൻ നേരത്തെ പറഞ്ഞ സങ്കല്പവും അധികാരങ്ങളും തമ്മിൽ ഇർറിക്കൺസീലബിൾ കോൺഫ്ലിക്റ്റ് ആണ്. ഈ ഹിന്ദു ഇന്ന് പറയുന്ന, അതായത് ഈ വർണ്ണാശ്രമ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ദർശനം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയെ സങ്കല്പവുമായിട്ട് ഫണ്ടമെന്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതുകൊണ്ട് അത് ഒരു സ്പിരിച്വൽ ഫിലോസോഫിക്കൽ ബേസിസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആകാൻ പറ്റുകയില്ല. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു ഫിലോസോഫിക്കൽ ബേസിസ് എന്താണുള്ളത് അത് വേണം എന്ന് ഡോക്ടർ അംബേദ്കർ പറയുന്നു ക്ലിയർലി 36-ൽ. അത് അദ്ദേഹം ബുദ്ധിസം സ്വീകരിക്കുന്നു. ബുദ്ധിസവും ഇതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ഫിലോസോഫിക്കൽ ബേസിസ് തന്നെയാണ്. പക്ഷേ അതിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് പൂർണ്ണമായി എല്ലാ ആസ്പെക്റ്റിലും ബുദ്ധിസം കൈകാര്യം ചെയ്യാത്ത ചില ഫിലോസോഫിക്കൽ ആസ്പെക്ട്സ് എല്ലാം ഗുരു കോംപ്രിഹെൻസീവായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. ഈ മാനവധർമ്മം എന്നുള്ള ഫിലോസഫിയിൽ ഗുരുവിന്റെ അരുളിൽ നിന്നും നമുക്ക് എല്ലാ ആസ്പെക്റ്റിനെയും അഡ്രസ് ചെയ്യുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫിലോസോഫിക്കൽ ബേസിസ് നമുക്ക് കിട്ടുന്നു. അതും ബുദ്ധിസവുമായിട്ട് യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ല, അതും കോംപ്ലിമെന്ററി ആണ്. പക്ഷെ ഈ ശ്രീനാരായണ ഗുരുവിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു മാനവധർമ്മം, കണ്ടംപററി ആയിട്ടുള്ള ഒരു മാനവധർമ്മം 19-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിൽ വരെ ഉള്ള അനുഭവത്തിൽ നിന്നും, ഇന്ത്യയുടെ അനുഭവത്തിൽ നിന്നും വന്ന ഒരു ഫിലോസഫിയാണ്. അത് ആണ് ഈ ഭരണഘടനയുടെ അടിത്തറ എന്നുള്ളതാണ് എൻ്റെ മെയിൻ പോയിന്റ്. ഇപ്പൊ അവസാനത്തെ ഭാഗത്തേക്ക് എന്താണ് അടിത്തറ, നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിത്തറയായിട്ട് ഗുരുവിന്റെ ദർശനം എന്താണ് എന്നുള്ള മെയിൻ പോയിന്റ്സ് ഞാൻ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ഒരു ഡിസ്കഷൻ ഓർഗനൈസ് ചെയ്യാം. അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞത്, ഒന്ന്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പുതിയൊരു ഇന്ത്യ, പുതിയൊരു ഭാരതം, പഴയ ഭാരതമല്ല, പഴയ ഇന്ത്യ അല്ല, പുതിയൊരു ഇന്ത്യ, സ്വാതന്ത്ര്യം, സമത്വം, സ്വാഭിമാനം, സാഹോദര്യം, ഇതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുതിയൊരു രാഷ്ട്രത്തിനെ ഉണ്ടാക്കാനുള്ള ഒരു സംരംഭമാണ്, ഒരു ഹിസ്റ്റോറിക്കൽ പ്രോജക്റ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. 2, ആ പ്രോജക്റ്റ് ആ പ്രോജക്റ്റിന്റെ ഒരു ബേസിസ് ആയിട്ട് നമുക്ക് ഒരു സോഷ്യൽ ഓർഡർ വേണം. ആ സോഷ്യൽ ഓർഡറിന്റെ അടിത്തറയായിട്ട്, എന്ന് വെച്ചാൽ സൊസൈറ്റി എന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്, അതിന്റെ അടിത്തറയായിട്ട് ഒരു സോഷ്യൽ ഫിലോസഫി വേണം. ആ സോഷ്യൽ ഓർഡർ ഹിന്ദു സോഷ്യൽ ഓർഡർ ആകാൻ പറ്റില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഡോക്ടർ അംബേദ്കർ പറയുന്നു, ഗുരുവും പറയുന്നു. നമുക്ക് അത് ആകില്ല എന്ന് വെച്ചാൽ അതും ഈ പുതിയ സങ്കല്പമായിട്ട് ഈ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതുകൊണ്ട് അതിനെ മാറ്റി ഡോക്ടർ അംബേദ്കർ പറയുന്നത് പോലെ ട്രാൻസ്ഫോം ചെയ്തില്ല എങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതാകും. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സോഷ്യൽ ഓർഡറും അതിന്റെ
അടിത്തറയായ ഫിലോസഫി, ദർശനവുമാണ് ഈ ശ്രീനാരായണ ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളത്. അതെന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അത് നോക്കുമ്പോൾ ആദ്യമായി നമ്മൾ കരുതേണ്ടത് ഒരു ഗുരുദേവൻ എങ്ങനെയാണ് ഗുരുദേവന്റെ റോൾ കാണുന്നതെന്ന് ഈ വളരെ ക്ലിയർ ആയിട്ട് ഗുരുദേവന്റെ മഹാസമാധിക്ക് 3 വർഷം മുമ്പ് RSS എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ 11ാം ദിവസം കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിച്ച വളരെ ആധികാരികമായിട്ടുള്ള മഹാനായ പത്രാധിപരായ ശ്രീ CV കുഞ്ഞിരാമനും ഗുരുദേവനും തമ്മിലുള്ള സംവാദം, അതിൽ നിന്ന് നമുക്കിതിന്റെ കുറച്ച് ആൻസർ കിട്ടുന്നുണ്ട്. ഗുരുവിന്റെ ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു ലാസ്റ്റ് വിൽ ആൻഡ് ടെസ്റ്റ്മെന്റ് ആണ് ആ സംവാദം. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് ഗുരു എന്റെ ഉപദേശ സാരം എന്താണ്, അത് തന്നെയാണ് എന്റെ ഉപദേശ സാരം എന്ന് ഗുരു CV കുഞ്ഞിരാമനോട് പറയുന്നു. ഇത് വളരെ കെയർഫുള്ളി വെരിഫൈ ചെയ്തുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. CV കുഞ്ഞിരാമൻ തന്നെ അവിടെ റെക്കോർഡ് ചെയ്യുന്നു. അദ്ദേഹം നേരിട്ട് ഗുരുവിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. 2, അത് എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം ബോധാനന്ദ സ്വാമിക്കും സത്യവ്രത സ്വാമിയും കൊണ്ട് അത് വായിപ്പിച്ചു, അത് കൺഫേം ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു സന്യാസ സംഗമത്തിൽ അദ്ദേഹം ഇത് മുഴുവൻ വായിച്ചു, കേൾപ്പിച്ചു. എന്നിട്ട് അത് വാലിഡേറ്റ് ചെയ്തു, കറക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്വയം ഗുരു സത്യവ്രത സ്വാമിയിലൂടെ ഗുരുവിനെ കൊണ്ട് അത് ഗുരു നോക്കി. അത് കഴിഞ്ഞിട്ട് ഈ ഗുരുവിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഇത് പബ്ലിഷ് ചെയ്യുള്ളൂ എന്ന് അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗുരുവിന്റെ അനുവാദത്തോടു കൂടി പബ്ലിഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മഹാസമാധിക്ക് മുമ്പ് 3 വർഷം ഗുരുദേവനുണ്ട്. ഗുരുദേവനോ ഈ ബോധാനന്ദ സ്വാമിയോ സത്യവ്രത സ്വാമിയോ ഒരിക്കലും ഈ സംവാദത്തിൽ എന്തെങ്കിലും തെറ്റുണ്ട്, ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഗുരുദേവന്റെ വാക്കുകൾ മാത്രമാണ് എന്ന് അദ്ദേഹം ക്ലിയർ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. ഗുരുദേവൻ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഗുരുദേവന്റെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ലാസ്റ്റ് വിൽ ആൻഡ് ടെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അതിൽ ഗുരുദേവൻ തുടങ്ങുന്നത് വെച്ചാൽ നമ്മുടെ ഡിസ്കഷന് റെലവെന്റ് ആയിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷനെക്കാളും വലിയൊരു ലെവലിലാണ് ഗുരുദേവൻ തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടതെന്നുള്ള ഒരു സൂചിപ്പിച്ചുകൊണ്ട് ഗുരുദേവൻ പറയുകയാണ്. ഗുരുദേവൻ പറയുന്നു, ഈ എല്ലാ മതങ്ങളുടെയും അടിത്തറ സനാതനമായ മൂല്യങ്ങളും ധർമ്മങ്ങളുമാണെന്ന് ഗുരു പറയുന്നു. സനാതനമായ മൂല്യങ്ങളും ധർമ്മങ്ങളുമാണെന്ന് പറയുന്നു. അപ്പൊ ഒരു സനാതന ധർമ്മം എന്നുള്ളതല്ല, പക്ഷെ സനാതനമായ ധർമ്മങ്ങളും മൂല്യങ്ങളുമാണ് എന്ന് ഗുരു. എല്ലാ മതങ്ങളുടെയും അതിന്റെ അർത്ഥം ഇസ്ലാം ആയാലും ക്രിസ്ത്യാനിറ്റി ആയാലും ബുദ്ധിസം ആയാലും ജൈനിസം സിഖിസം ആയാലും ഇതിന്റെ എല്ലാം അടിത്തറ സനാതനമായ ഏതെങ്കിലും മൂല്യങ്ങളും ധർമ്മങ്ങളുമാണ്. അത് ഒന്നല്ല പലതും ഉണ്ടെന്നാണ് ഗുരുദേവൻ പറയുന്നത്. പിന്നെ 2ാമത് ഗുരുദേവൻ പറയുന്നത് എന്താണ്, ഈ ദേശകാല ആവശ്യമനുസരിച്ച് ഓരോ സമയത്തും ജഗത് ഗുരുക്കൾ സമൂഹത്തിന് ആവശ്യമുള്ള ഇതിൽ നിന്നും സമൂഹത്തിന് ആവശ്യമുള്ള ഈ സനാതന ധർമ്മങ്ങളിലും മൂല്യങ്ങളിൽ നിന്നും ആവശ്യമുള്ള സമൂഹത്തിന് ആവശ്യമുള്ള സനാതനമായ മൂല്യങ്ങളും ധർമ്മങ്ങളും മുന്നോട്ട് വയ്ക്കും സമൂഹത്തിന് വേണ്ടി. അപ്പൊ ഗുരു പറയുന്നു, അങ്ങനെയാണ് ബുദ്ധൻ ഹിംസ കലശലായപ്പോൾ ഗുരുദേവൻ അഹിംസ മുന്നോട്ട് വെച്ചു. യേശു ക്രിസ്തു സ്നേഹത്തിന്റെ ആവശ്യമുണ്ടായിരുന്നുകൊണ്ട് സ്നേഹത്തിന് മുന്നോട്ട് വെച്ചു. നബി സാഹോദര്യത്തിന്റെ ആവശ്യമുണ്ടായിരുന്നുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തു, അതിനെ മുന്നോട്ട് വെച്ചു അറേബ്യയിൽ എന്ന് പറയുന്നു ഗുരു. എന്നിട്ട് ഗുരുദേവൻ ചോദിക്കുന്നു, ആ തലത്തിൽ നിന്നുകൊണ്ട് യുഗപുരുഷന്മാരുടെ ജഗത് ഗുരുക്കളുടെ, അദ്ദേഹത്തിന് പറഞ്ഞ ജഗത് ഗുരുക്കൾ എന്നാണ്, ആ ജഗത് ഗുരുക്കളുടെ ലെവലിലാണല്ലോ ഗുരുദേവൻ. ആ ലെവലിൽ നിന്നുകൊണ്ട് ഗുരുദേവൻ ചോദിക്കുന്നു, ഇന്ത്യക്ക് ഇന്ന് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. ഇന്ത്യക്ക് ഇന്ന് എന്താണ് വേണ്ടത്? എന്നിട്ട് ഗുരുദേവൻ ആൻസർ ചെയ്യുന്നു, ഉത്തരം തരുന്നു, ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള മത്സരത്തിൽ നിന്നും വിമോചനം, ഇതാണ് വേണ്ടതെന്നാണ് ഗുരുദേവൻ പറയുന്നത്. ഇതാണ് ഇന്ത്യക്ക് വേണ്ടത്. ഇത് പാർട്ടിഷന്റെ 22 വർഷം മുമ്പാണ്. അപ്പോഴേ ഈ കലഹം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഈ കലഹം അവസാനിക്കാൻ പോകുന്നില്ല. ഇതായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഗുരുദേവൻ കാണുന്നു.
ഇത് ആലുവ സർവമത സമ്മേളനം മുതൽ 24 മുതൽ അയോധ്യ വരെ ഉള്ള ഈ 100 വർഷം രക്തത്തിൽ ആണ്ട ഒരു 100 വർഷമാണ് നമ്മുടെ രാജ്യത്ത്. എന്തിന്റെ പേരിൽ? മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ. അപ്പൊ ഗുരുദേവന്റെ പ്രവചനം 100% ശരിയായി നിൽക്കുന്നു. ഇന്നും ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ ദാരിദ്ര്യ നിർമാർജനത്തിൽ നിന്നും മാറ്റി മത സംഘർഷത്തിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെടുകയാണ്. മതസംഘർഷത്തിന് വേണ്ടിയുള്ള യോദ്ധാക്കളായി നമ്മളെ മാറ്റുകയാണ്. അല്ലാതെ ദാരിദ്ര്യത്തിന്റെ എതിരെയുള്ള യോദ്ധാക്കളല്ല, മതങ്ങളുടെ എതിരെയുള്ള യോദ്ധാക്കളായി നമ്മളെ മാറ്റുകയാണ്. അപ്പൊ ഇതിങ്ങനെ രൂക്ഷമായി വരികയാണ്, നമ്മൾ ഇതിൽ പെട്ടുപോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഗുരു പറഞ്ഞത് വളരെ വളരെ വലിയൊരു പ്രവചനമാണ്. വേറെ ആരും ഇത്ര കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതാണ്. അപ്പൊ ഇതിനു വേണ്ടി ഗുരുദേവൻ ഒരു പറയുന്നു, 2-3 കാര്യങ്ങൾ പറയുന്നു വളരെ പ്രധാനമായിട്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഗുരുദേവൻ പറയുന്നു, ഒന്ന്, എല്ലാവരും മറ്റ് മതങ്ങളെ ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി പഠിക്കണം. പഠിച്ചിട്ട് അതിൽ കാണുന്ന നന്മ ഉൾക്കൊള്ളണം നമ്മുടെ നിത്യജീവിതത്തിൽ. ആ നന്മ സ്നേഹത്തോടുകൂടി പങ്കുവെക്കണം. അപ്പൊ അതുകൊണ്ട് ആ ഒരു അറിവ് കൊണ്ട് തന്നെ ഈ മതസംഘർഷത്തിന് ഒഴിവാക്കാൻ വളരെ സഹായകരമായിരിക്കും. അത് മാത്രം ഒഴിവാക്കും എന്നല്ല പറയുന്നത്, അതിന് വളരെ സഹായകരമായിട്ടുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അത് ചെയ്യണം. പിന്നെ ഗുരു ചെയ്യുന്നത്, അതിലേക്ക് ഞാൻ വരാം, മതം ജാതി എന്നുള്ള കോൺസെപ്റ്റ്സിനൊക്കെ ഗുരു പുതിയ ഒരു തിയറി ഉണ്ടാക്കുന്നു. ഉണ്ടാക്കുകയല്ല, നമ്മളെ പഠിപ്പിക്കുന്നു. പുതിയൊരു തിയറി നമ്മളെ പഠിപ്പിക്കുന്നു. എന്താണ് മതം, എന്താണ് ജാതി, ഒരു 10-12 കോൺസെപ്റ്റ്സിനെ കുറിച്ച് ഗുരു ഒരു പുതിയ സങ്കല്പം നമുക്ക് തരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന അതിൽ ഹിന്ദു എന്താണ് എന്നുള്ളൊരു സങ്കല്പത്തിനെ കുറിച്ചും ഗുരു നമുക്ക് ഒരു പുതിയൊരു അറിവ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഈ സങ്കല്പങ്ങൾ, ഈ ദർശനം നമ്മൾ ഒന്നിച്ചെടുത്തു കഴിയുമ്പോൾ ഈ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഒരു ആധ്യാത്മികതയോടുള്ള ഒരു സമീപനമാണ് മാനവധർമ്മം. മാനവധർമ്മം ഒരു മതമല്ല, നമ്മുടെ മതം ഗുരു പറയുന്നു, അതിലേക്ക് ഞാൻ വരാം, അഭിപ്രായമാണ്. നമ്മുടെ മതം ഏതുമായിക്കോട്ടെ, ഈ മാനവധർമ്മം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മതങ്ങളോടും ആധ്യാത്മികതയോടും ഉള്ള ഒരു സമീപനമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണ്. അപ്പൊ ആ ഒരു സമീപനമാണ് വാസ്തവത്തിൽ ഈ ഭരണഘടനയുടെ ഒരു ഫൗണ്ടേഷനായ സോഷ്യൽ ഫിലോസഫി ആയിട്ട് അതിന് മാത്രമേ ആകാൻ പറ്റൂ. അത് അക്സെപ്റ്റ് ചെയ്താലേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുകയുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഈ ശ്രീനാരായണ ഗുരുവിന്റെ മാനവധർമ്മം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ താങ്ങാനുള്ള ശക്തിയുള്ള ഒരു ദർശനം. അതിലേക്ക് നമ്മൾ ഈ രാജ്യം മാറിയാലേ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ശരിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, നിലനിൽക്കുകയില്ല. അപ്പൊ അതിലേക്ക് നമുക്ക് പോകാം. ഇതിൽ ഈ ദർശനത്തിൽ ഞാനൊരു ഗുരുദേവൻ മുന്നോട്ട് വെക്കുന്ന ഒരു 10-12 വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമുക്ക് പുതിയത്, പക്ഷെ ഗുരു നമ്മളെ പഠിപ്പിക്കുന്ന 10-12 പുതിയ സങ്കല്പങ്ങൾ, നമുക്ക് പുതിയതായിട്ടുള്ള സങ്കല്പങ്ങളെ കുറിച്ച് ഞാൻ വളരെ ബ്രീഫായിട്ട് മെൻഷൻ ചെയ്യാം. അതാണ് ഈ നമ്മുടെ ഭരണഘടനയുടെ ഈ അടിത്തറയായി നിൽക്കേണ്ട ഈ 12 പ്രിൻസിപ്പിൾസ് ഇതായിരിക്കണം. ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിത്തറ, സോഷ്യൽ ഫിലോസഫി, സ്പിരിച്വൽ ഫിലോസഫി ഇതായിരിക്കണം.
അതിൽ ആദ്യം തുടങ്ങുന്നത് ഗുരു അനുകമ്പയിലാണ്. അപ്പൊ നമുക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നുള്ള അനുകമ്പയും നൽകുകയുള്ളിൽ സദാ കരുണാകര നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. അപ്പൊ അനുകമ്പ, ഒരു എറുമ്പിന് പോലും, ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നുള്ള ഒരു അനുകമ്പ. അപ്പൊ അനുകമ്പ ആദ്യം നമ്മൾ കാണുന്നത്, ഗുരു പറയുന്നത് എല്ലാത്തിനോടും, എല്ലാവരോടും, മനുഷ്യരോട് മാത്രമല്ല എല്ലാത്തിനോടും അനുകമ്പ വേണം, അനുകമ്പ വേണം. അപ്പോ അനുകമ്പ വേണം, സാഹോദര്യം വേണം, 2, 3 സ്നേഹം വേണം. അത് സ്നേഹത്തോട് പങ്കുവെക്കണം എന്ന്. ഈ സ്നേഹം വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അത് അപ്പൊ ഈ 3 ഇമോഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാ സമസ്ത പ്രപഞ്ചത്തിനോട് എപ്പോഴും അനുകമ്പയും സ്നേഹവും സാഹോദര്യവും വേണം. അതിൽ നിന്നും ഉണ്ടാകുന്ന എന്താണ്? അതിൽ നിന്നും നമുക്കുണ്ടാകുന്നത് അപരത്വം. 4, അപരത്വം ഇല്ലാതാക്കണം, അപരത്വം ഇല്ലാതാക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഗുരുദേവന്റെ ഈ ലോകത്തിന് തരുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ് അപരത്വത്തിന് ഇല്ലാതാക്കണം എന്നാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെയോ ഈ സമസ്ത പ്രപഞ്ചത്തിനെയോ അപരരായി കാണരുത്. അതാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ബുദ്ധൻ അഹിംസയെ കുറിച്ച് പറഞ്ഞു, യേശു സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞു, നബി സാഹോദര്യത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ ഹിംസയും ദ്വേഷവും സാഹോദര്യമില്ലായ്മയും ഉണ്ടാകുന്നത് ആരോടാണ്? അപരന്മാരോടാണ്. അപ്പൊ ഗുരു അതിന്റെ ഒരു അടിത്തറയിലേക്ക് പോയിട്ട് ഗുരു പറയാണ്, ഈ അപരത്വം ഉള്ളത് കൊണ്ടാണ് മറ്റൊരാളെ ഒരു അപരനായി കാണുന്നു, പിന്നെ സ്നേഹമില്ല, ഹിംസ ചെയ്യുന്നു, സ്നേഹമില്ല, സാഹോദര്യമില്ലാതെ പെരുമാറുന്നത്. അപ്പൊ അതിന്റെ റൂട്ടിൽ പോയി അപരത്വം ഇല്ലാതാക്കിയാൽ അപരനില്ല. അപ്പൊ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനും സുഖത്തിനായി വരയണം എന്ന് പറഞ്ഞാൽ അവിടെ അപരത്വം അവസാനിക്കുകയാണ്. അവനവന്റെ സുഖവും മറ്റൊരാളുടെ സുഖവും മറ്റൊന്നിന്റെ സുഖവും ഒന്നായി കഴിഞ്ഞാൽ അപരത്വം അതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പൊ ഈ അപരത്വത്തിന്റെ എതിരെ, അപരത്വമാണ് ഈ ലോകത്തിലുണ്ടാകുന്ന ചൂഷണത്തിന്റെയും ഹിംസയുടെയും എല്ലാത്തിന്റെയും കാരണം അപരത്വമാണ്. അപരത്വം ഇല്ലാതാക്കണം എന്നുള്ളൊരു വലിയൊരു മെസ്സേജാണ്. ഇന്ന് ഈ ലോകത്ത് പലയിടത്തും നടക്കുന്ന സംഘർഷം മനുഷ്യനെ അപരനായി കാണുകയാണ്. നമ്മൾ ഇവിടെ നടക്കുന്നത്, നമ്മൾ മുസ്ലിംസിനെ അപരന്മാരായി കാണിപ്പിക്കുകയാണ് നമ്മുടെ മനസ്സിൽ. മുസ്ലിംസ് ഇങ്ങനെയാണ്, മുസ്ലിംസ് അങ്ങനെയാണ്, ക്രിസ്ത്യൻസ് ഇങ്ങനെയാണ്, ക്രിസ്ത്യൻസ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരെ അപരന്മാരാക്കുകയാണ്, വലിയ തോതിൽ അപരന്മാരാക്കുകയാണ്. നമ്മളും അവരിൽ നിന്നും നമ്മൾ തന്നെ അപരത്വം ഉണ്ടാക്കുകയാണ്, നമ്മൾ അവരിൽ നിന്നും അപരന്മാരായി മാറുകയാണ്. അത് ഹിന്ദുവിന്റെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത്. നമ്മൾ ഹിന്ദുക്കളാണ്, അവർ ക്രിസ്ത്യൻസ് ആണ്, അവരിതാണ്, അപ്പൊ നമ്മൾ അപരന്മാരാണ്, അവർക്ക് നമ്മളിൽ നിന്ന് അപരന്മാരാണെന്ന് പറഞ്ഞ വലിയൊരു വിഭജനം ഈ സൊസൈറ്റിയിൽ ഉണ്ടാകുകയാണ്. അപ്പോൾ ആദ്യത്തെ ഇത് ഈ അനുകമ്പയും സ്നേഹവും സാഹോദര്യവും അപരത്വം ഇല്ലായ്മയും, ഇത് 4 കൂടെ എടുത്ത്, ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ ഈ സൊസൈറ്റിയുടെ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് വാല്യൂസ്. ഇതായിരിക്കണം ഗുരു തരുന്ന. ഇത് വളരെ എല്ലാവരിലും നമ്മൾ ഈ ഭാവങ്ങൾ വളർത്തണം. ഈ സ്നേഹവും സാഹോദര്യവും അനുകമ്പയും വളരണമെങ്കിൽ അപരത്വം ഇല്ലാതാക്കണം. അതിനാണ് ഗുരുവിന്റെ എല്ലാ സന്ദേശവും നമ്മൾ അതിന്റെ പരമ ഉദ്ദേശം അപരത്വം ഇല്ലാതാക്കാനാണ്. അപ്പൊ അങ്ങനെ ഈ നാല് സങ്കല്പങ്ങൾ ഗുരു നമുക്ക് തരുന്നു. ആ അടിസ്ഥാനത്തിൽ ഗുരു ഒരു സൊസൈറ്റിയുടെ എങ്ങനെയായിരിക്കും, സൊസൈറ്റി എന്ന് വെച്ചാൽ സോഷ്യസ് എന്നുള്ള വാക്കിൽ നിന്നാണ് സൊസൈറ്റി എന്നുള്ള വാക്ക് വരുന്നത്. സോഷ്യസ് എന്ന് വെച്ചാൽ ഫ്രണ്ട് എന്നാണ്, ഫ്രണ്ട്, എനിമി അല്ല, ഫ്രണ്ട് എന്നാണ്. അപ്പൊ സോഷ്യൽ എന്ന് വെച്ചാൽ
ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ പീപ്പിൾ ആണ് സോഷ്യൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. ആന്റി സോഷ്യൽ എന്ന് വെച്ചാൽ അൺഫ്രണ്ട്ലി റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ പീപ്പിൾ ആണ്. അപ്പൊ ഈ ഒരു എങ്ങനെയാണ് ഒരു പരസ്പര സ്നേഹവും അനുകമ്പയും സാഹോദര്യവും ഉള്ള അപരത്വം ഇല്ലാത്ത ഒരു ഒരു ബന്ധങ്ങൾ ഒരു അടിസ്ഥാനം എന്തായിരിക്കണം? അതായിരിക്കണം സൊസൈറ്റിയുടെ അടിസ്ഥാനം. അതില് ഗുരു നമുക്ക് അതിന് ഒരു ബാധയായി നിൽക്കുന്ന 4 കോൺസെപ്റ്റ്സിനെ ഗുരു നമുക്ക് തിരുത്തി തരികയാണ്. ആദ്യം ഗുരു തിരുത്തി തരുന്നത് മതം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഗുരു വളരെ ഇത് സെപ്പറേറ്റ്ലി ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഗുരു വളരെ വളരെ വിപ്ലവകരമായിട്ട് മതത്തിന്റെ കോൺസെപ്റ്റ് മാറ്റി ഒരു മതം എന്ന് വെച്ചാൽ വ്യക്തിയുടെ അഭിപ്രായമാണെന്നാണ് ഗുരു പറയുന്നത്. മതം എന്ന് വെച്ചാൽ അഭിപ്രായം, ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ്. അപ്പോ എന്താണ് ഹിന്ദു മതം എന്ന് ചോദിച്ചാൽ ഗുരു പറയുന്നു രാമന്റെയും കൃഷ്ണന്റെയും മതം ഒന്നല്ല, 20 കോടി മതങ്ങളുണ്ടെന്നാണ് ഗുരു പറയുന്നത്. വളരെ സിഗ്നിഫിക്കന്റ് ആണ്. സുപ്രീം കോടതി പറയുന്നത് എന്താണ്? ഹിന്ദു മതം എന്ന് വെച്ചാൽ ഒരു മതം എന്ന് വെച്ചാൽ എന്താണ്? 2-3 ആസ്പെക്ട്സ് സുപ്രീം കോടതി പറയുന്നത്. ഒന്ന്, ഒരു ഡോക്ട്രിൻ, ഒരു സെറ്റ് ഓഫ് ഡോക്ട്രിൻസ് വേണം ഒരു മതമാണെങ്കിൽ. 2, അതിന്റെ ഫോളോവേഴ്സ് വേണം. 3, അതിന്റെ ഒരു മോറൽ കോഡ് വേണം. 4, അതിന്റെ ആചാരങ്ങൾ വേണം. ഈ 4 കണ്ടീഷൻസ് ഉണ്ടെങ്കിലേ ഒരു മതം ആയിട്ട് കോടതി റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ ഡോക്ട്രിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആരാണ്? ഒത്തോറിറ്റേറ്റീവ് ആയിട്ട് പുരോഹിതരാണ്, പ്രീസ്റ്റ് ആണ്. അവരുടെ കൺട്രോളാണ് ഡോക്ട്രിൻ. അനുയായികൾ അത് ഫോളോ ചെയ്യണം. പക്ഷെ അനുയായികൾ ആണോ അല്ലയോ തീരുമാനിക്കുന്ന പ്രീസ്റ്റ് ആണ്. 3, ഈ മോറൽ കോഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും പ്രീസ്റ്റ് ആണ്. 4, ഈ ആചാരങ്ങളും എന്താണ് ഈ ആരാധന രീതികളും ആചാരങ്ങളും ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? പ്രീസ്റ്റ് ആണ്. അപ്പൊ ഈ 4 ഡെഫിനിഷൻസ് എടുത്താലും ഇത് പുരോഹിതരുടെ കയ്യിൽ കൺട്രോൾ കൊടുക്കുകയാണ്. മതം എന്താണെന്നുള്ളതിന്റെ കൺട്രോൾ പുരോഹിത സമുദായത്തിലേക്ക് കൊടുക്കുകയാണ് ഈ പവർ. മറിച്ച് ഗുരു പറയുന്നത് മതം എന്ന് വെച്ചാൽ അഭിപ്രായമാണ്. ഈ ഡോക്ട്രിനും ഈ പറയുന്ന ഡോക്ട്രിനും മോറൽ കോഡും ഈ ആചാരങ്ങളും ഒക്കെ വെറും സ്രോതസ്സുകളാണ്, സോഴ്സ് ആണ്. ഞാൻ ബൈബിളിലോ ഖുറാനിലോ വിശ്വസിക്കുന്നു, മറ്റൊരാൾ ബൈബിളിലോ ഖുറാനിലോ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സോഴ്സ് ബൈബിൾ ഓർ ഖുറാൻ ആയിരിക്കാം, പക്ഷെ ഞങ്ങൾ ഓരോരുത്തരും അതിനെ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായിട്ടാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും ചിലപ്പോൾ വലിയ സംഘർഷവും ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ അവര് ഒരേ സ്രോതസ്സാണെങ്കിലും ആ സ്രോതസ്സിനെ വ്യത്യസ്തമായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഗുരു പറയുന്നത് ലോകത്തിലെ മതത്തിന്റെ ഓണ്ടോളജി, എക്സിസ്റ്റൻസ്, മതം എക്സിസ്റ്റ് ചെയ്യുന്നത് വ്യക്തികളുടെ അറിവിലാണ്, വ്യക്തികളുടെ അഭിപ്രായത്തിലാണെന്നുള്ള വലിയൊരു പവർഫുൾ ഐഡിയ ആണ്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ മതത്തിന്റെ ദൈവസങ്കല്പം എന്താണ്, ഞാൻ അതൊരു സോഴ്സ് എടുക്കണോ അല്ലെങ്കിൽ ഞാൻ തന്നെ ചിന്തിക്കണോ, അതിൽ എന്ത് വിശ്വസിക്കണം, എന്ത് നന്നായിട്ട് കാണണം, എങ്ങനെ മനസ്സിലാക്കണം, ഇതിന്റെ എല്ലാം നിയന്ത്രണം ഓരോ വ്യക്തിക്കുമാണ്, അല്ലാതെ പുരോഹിതർക്കല്ല. അപ്പൊ ഈ മതം അഭിപ്രായമാണെന്നുള്ള 2 വാക്കുകളിൽ ഗുരു പൗരോഹിത്യത്തിനെ ഇല്ലാതാക്കുകയാണ്. വളരെ വലിയൊരു ഒരു ഒരു റെവല്യൂഷണറി കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഗുരു പറയുന്നത് ഈ സൊസൈറ്റിയിൽ ആദ്യം നമുക്ക് വേണ്ടത് ഈ മതം എന്താണെന്ന് ക്ലിയർ ആയിരിക്കണം, അതിന്റെ കൺട്രോൾ വ്യക്തികളിലായിരിക്കണം. അതിന്റെ ബേസിസിലാണ് ഗുരു പറയുന്നത് എല്ലാ മതങ്ങളുടെ, അതായത് എല്ലാ വ്യക്തികളുടെയും ആധ്യാത്മിക അഭിപ്രായം ഒന്നാണെന്നാണ് ഗുരു പറയുന്നത്. അതാണ് ഗുരു ഒരു മതം എന്ന് പറയുന്നത്. എന്താണത്? എന്തെങ്കിലും ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു മോചനം, ഒരു മുക്തി, ഒരു റിയലൈസേഷൻ, ഒരു സ്റ്റേറ്റ് മരിച്ചു കഴിഞ്ഞിട്ട് എന്തായിരിക്കും മരണാനന്തരം അച്ചീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അച്ചീവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആധ്യാത്മിക സ്റ്റേറ്റിനെ അച്ചീവ് ചെയ്യുന്നതാണ്, റിയലൈസ് ചെയ്യുന്നതാണ് എല്ലാ മതങ്ങളുടെയും എല്ലാ ആധ്യാത്മികത അഭിപ്രായങ്ങളുടെയും അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. അതാണ് മനസ്സിലാക്കുക, റിയലൈസ് ചെയ്യുക. അവിടെ തന്നെ ഗുരു മുക്തിയെയും വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ റെവല്യൂഷണറി ആയിട്ട് റീഡിഫൈൻ ചെയ്തു. മുക്തി എന്ന് വെച്ചാൽ ജീവാത്മാവും പരമാത്മാവായിട്ടുള്ള ഒരു മേജർ അല്ല. ഗുരു പറയുന്നു
മുക്തി എന്ന് വെച്ചാൽ ഗുരു പറയുന്ന മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന 3 തരത്തിലുള്ള ബോധങ്ങളുണ്ട്. ഒന്ന്, തെറ്റ് ചെയ്യും, അതിലെനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ തെറ്റ് ചെയ്യും എന്നുള്ളൊരു ബോധം. 2, തെറ്റ് ചെയ്യും പക്ഷെ ചെയ്യണ്ടെന്ന് ആഗ്രഹമുണ്ട്, തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയ്യോ തെറ്റ് പറ്റിയല്ലോ എന്ന് റിഗ്രറ്റ് ചെയ്യും. അത് 2ാമത്തെ ഒരു ബോധം. 3ാമത്തെ ഒരു ബോധം ഗുരു പറയുന്നത് തെറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബോധം, തെറ്റിന് ഒരിക്കലും തെറ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളൊരു ബോധം, ഒരു മാനസിക അവസ്ഥ, ഒരു അറിവ്, ഒരു ബോധം. ആ സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ആ ബോധത്തിനെയാണ് ഗുരു മുക്തി എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു പവർഫുൾ ഐഡിയ ആണ്. ഈ ലോകത്തിൽ അങ്ങനെ മുക്തി, ഈ ലോകത്തിൽ ഈ ജന്മത്തിൽ അങ്ങനെ മുക്തി നേടുകയാണെങ്കിൽ ഇവിടെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ സംഖ്യ കുറയും. ഞാൻ തെറ്റ് ചെയ്യാൻ പറ്റാത്ത ആ ബോധത്തിലേക്ക് ഈ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഞാൻ ഉയരണം എന്നുള്ളൊരു ആസ്പിറേഷൻ എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ ഒക്കും. അത് റിയലൈസ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരെ കാണുകയുള്ളൂ. പക്ഷെ ആ പാതയിലേക്ക് നമുക്ക് പോകാനൊക്കും. അങ്ങനെ തെറ്റ് മനുഷ്യനോടും പ്രകൃതിയോടും ഒരു തെറ്റ് ചെയ്യാത്ത ഒരു അവസ്ഥ വളർത്തി എടുക്കുമ്പോൾ പിന്നെ അത് ഈ ലോകത്തിന് മുഴുവൻ ഒരു മുക്തി തന്നെയാണ്, വേറെ മറ്റൊന്നുമല്ല. അപ്പൊ മതം എന്താണ്, അഭിപ്രായം ആണ്. മുക്തി എന്താണ്? ഈ തെറ്റ് ചെയ്യാൻ ഒക്കാത്ത ബോധമാണ് മുക്തി ഈ ലോകത്തിൽ, ഈ ജന്മത്തിൽ. അല്ലാതെ ജീവാത്മാവ് പരമാത്മാവുമായിട്ടുള്ളൊരു, ഇവിടെ ലോകത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, തൊടിയിലും തീണ്ടലും പ്രാക്ടീസ് ചെയ്യാം, ജാതിഭേദവും മതദ്വേഷവും ഉണ്ടാകാം. പക്ഷെ അവസാനം ജീവാത്മാവോ പരമാത്മാവുമായിട്ട് എന്തെങ്കിലും കാരണം ലയിച്ചാൽ മതിയല്ലോ. ഇതും അതുമായിട്ടൊരു ബന്ധം വേണ്ടേ? അപ്പൊ ഈ എന്താണ് ഈ വർണ്ണാശ്രമധർമ്മത്തിൽ പറയുന്ന കർമ്മങ്ങൾ, കർത്തവ്യങ്ങൾ ആചരിക്കണം. അതിൽ ഈ തെറ്റുകളെല്ലാം ഉള്ളൊരു ഇതാണ്. ഈ ജാതിഭേദവും മതദ്വേഷവും എല്ലാം ഉള്ളൊരു ഒരു ഐഡിയോളജിയാണ്. ഡോക്ടർ അംബേദ്കർ പറയുന്നത് പോലെ മനുഷ്യനെ അപരത്വം ഉണ്ടാക്കുന്ന ഒരു ഐഡിയോളജിയാണ്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മുക്തി കിട്ടും എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് ചെയ്യാൻ, ഈ തെറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസെന്റീവാണ് നമ്മുടെ മുമ്പിൽ തരുന്നത്. മറിച്ച് ഗുരു മുക്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോടോ മറ്റു പ്രകൃതിയോടോ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല. ഈ സ്നേഹം, സാഹോദര്യം, അനുകമ്പ, അപരത്വമില്ലായ്മ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെറ്റും ചെയ്യാൻ പാടില്ലാത്ത ഒരു അവസ്ഥയാണ് മുക്തി എന്നാണ് ഗുരു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതായിരിക്കണം നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി നിൽക്കുന്ന മതത്തിന്റെ കോൺസെപ്റ്റ്, അഭിപ്രായമായിരിക്കണം. മുക്തി എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ബോധാവസ്ഥ നമ്മൾ ഉണ്ടാക്കാനുള്ള ഒരു സോഷ്യൽ ഫിലോസഫിയാണ് നമുക്ക് സൊസൈറ്റിയിൽ ബിൽഡ് ചെയ്യുന്നത്. ഇത് നിയമപരമായി ബിൽഡ് ചെയ്യാനല്ല, നിയമത്തിന്റെ അടിയിൽ നിൽക്കുന്ന സോഷ്യൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഗുരു അപരത്വത്തിനെ കുറിച്ചും മതത്തിനെ കുറിച്ചും മുക്തിയെക്കുറിച്ചും പറയുന്നു. പിന്നെ ജാതി ആൻഡ് വർണ്ണം, ഗുരു എഗൈൻ വളരെ വളരെ റെവല്യൂഷണറി ആയിട്ട് നമ്മൾ, ജാതിക്ക് പല അർത്ഥങ്ങളുണ്ട്, പല കോണ്ടെക്സ്റ്റിലും പല അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഗുരു ഒരു ജാതി മനുഷ്യന് എന്ന് പറയുമ്പോൾ ജാതി, ആ വാക്കിന്റെ സംസ്കൃതത്തിൽ ഒരർത്ഥമേ ഉള്ളൂ, ജൻ പ്ലസ് കത്തിൻ. കത്തിൻ എന്ന് വെച്ചാൽ ഹാഫ് കാ ഹാഫ് താ, തിൻ. ജൻ പ്ലസ് തിൻ, ശക്തി എന്നുള്ള ഹാഫ് കാ ഹാഫ് താ പോലെ ജൻ പ്ലസ് തിൻ എന്നാണ് ആ ജാതിയുടെ റൂട്ട്. ആ ജൻ പ്ലസ് തിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ജന്മരീതി എന്നാണ്, ജന്മരീതി. അപ്പോ മനുഷ്യന് ഒരു ജന്മരീതിയോ, എല്ലാ മനുഷ്യരും ഒരു യോനി ഒരു ആകാരം, ഒരു യോനി ഒരു ആകാരം. ഒരു സ്ത്രീ പ്രസവിച്ച് ജനിക്കുന്നു, അല്ലാതെ ചില മനുഷ്യർ സ്ത്രീ പ്രസവിച്ച് ജനിക്കുന്നു, ചില മനുഷ്യർ ഒരു പുരുഷൻ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് ജനിക്കുന്നു എന്നല്ലല്ലോ. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതി, ആനയ്ക്കൊരു ജന്മരീതി. ഇതാണ് സത്യം. അപ്പൊ ഗുരു പറയുന്നു, ഈ സത്യം മനുഷ്യന്, പശുക്കൾക്ക് ഗോത്വം പോലെ മനുഷ്യന് മനുഷ്യത്വമാണ് എന്നുള്ള സത്യം അറിയാത്ത ഈ ലോകത്ത് ആരുമില്ല, ഈ ബ്രാഹ്മണാദികൾ ഒഴികെ. ആ കഷ്ടം എന്ന് ഗുരു പറയുന്നു. ബാക്കി ലോകത്ത് എല്ലാവർക്കും അറിയാം മനുഷ്യർക്ക് ഒരു ജന്മരീതിയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ ബ്രാഹ്മണാദികൾക്ക് ഇത് അറിയാത്തത് എന്ന് വെച്ചാൽ ഋഗ്വേദത്തിൽ പുരുഷ സൂക്തത്തിൽ പറയുന്നു, വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. മനുഷ്യന്റെ ക്രിയേഷൻ പുരുഷ സൂക്തത്തിൽ പറയുന്നില്ല, മനുഷ്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ല.
പക്ഷേ പൃഥ്വി, ആകാശം, ഭൂമി, പൃഥ്വി, ആകാശം, ഇതിനെല്ലാം എങ്ങനെ ഇതൊക്കെ എങ്ങനെ അതിന്റെ ഉൽപ്പന്ന രീതികൾ പുരുഷ സൂക്തത്തിൽ പറയുന്നു, ഉൽപ്പന്നത്തിനെ കുറിച്ച് പറയുന്നു. അപ്പൊ അതിൽ കന്നുകാലികൾ, കഴുതകൾ, രണ്ടുപരി പല്ലുള്ള മൃഗങ്ങൾ, ഇതിനെക്കുറിച്ച് ഇതിന്റെ ഒക്കെ ജന്മരീതികൾ പറയുന്നു. ആ കൂട്ടത്തിൽ പറയുന്നു ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇവരുടെ ജന്മരീതികൾ പറയുന്നു. നമുക്കറിയാം തലയിൽ നിന്നും, ബാഹുവിൽ നിന്നും, തുടയിൽ നിന്നും, കാലിൽ നിന്നും 4 ജന്മരീതികൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ജന്മരീതി ജാതിയാണെങ്കിൽ ഈ ജാതി ഉണ്ടാക്കുന്നത് ഋഗ്വേദത്തിലാണ്, പുരുഷ സൂക്തത്തിലാണ്. പക്ഷെ ആ ജാതിയുടെ എന്താണ് റെസ്പോൺസിബിലിറ്റി, എന്താണ് സ്റ്റേറ്റസ്, ശ്രേണീകരണം അതിൽ വരുന്നില്ല. മനുഷ്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റും ഇല്ല. അപ്പൊ മനുഷ്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ ഈ 4 ഇനങ്ങൾ അല്ലാത്തവര് മനുഷ്യരല്ലാന്ന് മാത്രമല്ല, മൃഗങ്ങൾ പോലുമല്ല, മൃതവസ്തുക്കളാണ്. എന്ന് വെച്ചാൽ ജീവനുള്ള മൃഗങ്ങളുടെ ലിസ്റ്റ് പുരുഷ സൂക്തത്തിലുണ്ട്. അതിൽ പെടാത്തവർക്ക് ജന്മമില്ല, ജന്മമില്ലെങ്കിൽ ജീവനില്ല. അപ്പൊ നമ്മൾ മൃതവസ്തുക്കളാണ്, മൃഗങ്ങൾ പോലുമല്ല. അപ്പൊ ഇതൊരു വെറും നുണയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളെ മനുഷ്യത്വം മാത്രമല്ല ജീവൻ പോലും ഡിനൈ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. നമ്മളെല്ലാം മനുഷ്യരാണെന്ന് അവർക്ക് നല്ലോണം അറിയാം. പക്ഷേ നമ്മൾ ഈ 4 ഇനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മൃതവസ്തുക്കളാണെന്നുള്ള ഒരു തിയറിയാണ് ഈ വ്യാജമായിട്ടുള്ള ഒരു തിയറിയാണ് ഈ പുരുഷ സൂക്തത്തിൽ ഉണ്ടാകുന്നത്. നമ്മളെ അങ്ങനെ ജീവനുള്ള വസ്തുക്കളിൽ നിന്നും നമ്മളെ ഒഴിവാക്കുക ഈ പുരുഷ സൂക്തം. അപ്പൊ ഈ 4 ജാതികൾക്ക്, ഈ 4 ജാതികളുടെ 4 ജാതികൾ, ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഈ 4 ജാതികൾ തമ്മിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ശ്രേണീകരണം ഇല്ലാത്തത് കൊണ്ട് അതിനെ വർണ്ണിക്കുന്നതാണ് വർണ്ണം. അത് പിന്നെ ഭഗവത്ഗീതയിൽ കുറച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് വരുന്നു. ചാതുർവർണ്ണ മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഓരോ ഗുണവും കർമ്മങ്ങളും കൊടുക്കുന്നു, ഓരോ റെസ്പോൺസിബിൾ വർണ്ണാശ്രമ ധർമ്മം വരുന്നു. വർണ്ണവും ആശ്രമവും ഇവർക്ക് 4 ഇനങ്ങൾക്കും കൊടുക്കുന്നു, റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നു, ശ്രേണീകരിക്കുന്നു. അവരെ ശ്രേണീകരിക്കുന്നു, ബാക്കിയുള്ളവരെ മൃതവസ്തുക്കളായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മള് ഒരു പാറയെ പൊട്ടിത്തെറിപ്പിക്കുന്നത് പോലെ ഈ മനുഷ്യരെയും പൊട്ടിത്തെറിപ്പിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അവര് മൃതവസ്തുക്കളാണ്. അപ്പൊ അവരെ ചൂഷണം ചെയ്യാനുള്ള ഒരു ജസ്റ്റിഫിക്കേഷനാണ് വാസ്തവത്തിൽ പുരുഷ സൂക്തം ഉണ്ടാവുന്നത്. അവരുടെ ദുഃഖവും അവരുടെ വേദനയും ഒന്നും നമുക്ക് കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണ്. അപ്പൊ നമ്മളാരും ജാതികളല്ല. 4 ജന്മരീതികളുള്ള 4 ഇനങ്ങൾ മാത്രമേ ജാതികൾ അവര് വിശ്വസിക്കുന്നു. നമ്മളിത് റിജക്ട് ചെയ്യുന്നു. നമ്മൾ പറയുന്ന ഒരു ജാതി മനുഷ്യൻ, ഈ 3 വാക്കുകളിലൂടെ ഗുരു ജാതിയെയും ജാതിയുടെ വർണ്ണനമായ വർണ്ണത്തിനെയും റിജക്ട് ചെയ്യാണ്. ജാതിയില്ല, വർണ്ണമില്ല, വർണ്ണമില്ലാതെ ജാതിയില്ല. ജാതി വർണ്ണം ഒന്ന് തന്നെയാണ്. ജാതി എന്ന് പറഞ്ഞാൽ 4 ഇനങ്ങൾ. ആ 4 ഇനങ്ങളുടെ സ്റ്റേറ്റസും റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഇത് ജന്മനാൽ, തീർച്ചയായിട്ടും ഇത് ജാതി ജന്മ രീതി ആയതുകൊണ്ട് അതിൽ കർമ്മനാ ജാതി ഇല്ല, അതിന് പോസിബിലിറ്റി ഇല്ല. ഒരു ജന്മരീതിയിൽ കൂടെ വന്നാൽ മാത്രമേ ജാതി കിട്ടുള്ളൂ. ആ ജാതി കിട്ടിയാലേ ഈ റെസ്പോൺസിബിലിറ്റീസും വർണ്ണാശ്രമവും കിട്ടുള്ളൂ. അത് വളരെ വ്യക്തമാണ്. ഈയിടെ ഞാൻ ഹൈക്കോർട്ടിൽ ഈ ശബരിമല മേൽശാന്തി മലയാള ബ്രാഹ്മണർ മാത്രമായിരിക്കണം എന്നുള്ള കേസ് വാദിച്ചപ്പോൾ ആ കേസിൽ അതിനെ നിലനിർത്തിക്കൊണ്ട് ഒരു ഡിസിഷനാണ് ഹൈക്കോർട്ടിൽ കിട്ടിയത്. ഞങ്ങളത് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യാണ്. പക്ഷേ ഈ വാദങ്ങളിൽ പല ബ്രാഹ്മൺ പാർട്ടീസും കൂടെ വാദിച്ചു. ഒരാള് പോലും കർമ്മണ ബ്രാഹ്മൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ വാദിച്ചത് 2 ഈഴവ ശാന്തിമാരുടെ ഒരു കേസിലാണ്. അഡ്വക്കേറ്റ് ടി ആർ രാജേഷാണ് അവരുടെ അഡ്വക്കേറ്റ്. ഞാൻ അവർക്ക് ആ റിട്ട് പെറ്റീഷനാണ് ഞാൻ വാദിച്ചത്. അവര് എത്രയോ വർഷമായി പ്രഗത്ഭരായിട്ടുള്ള ശാന്തിമാരും മേൽശാന്തിമാരുമാണ്. അവരെക്കാളും കർമ്മണ ഈ കോട്ട് അൺകോട്ട് ബ്രാഹ്മണരാകാൻ യോഗ്യതയുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അവരാകരുത്, അവരെ അപ്ലൈ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ എവിടെയാണ് ഈ കർമ്മണ ബ്രാഹ്മൺ എന്നുള്ള തീരുത്? വെറും നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ പ്രാക്ടിക്കൽ റിയാലിറ്റി
ഈ വേറെ ബ്രാഹ്മണര് കിട്ടാത്തത് കൊണ്ട് കൊച്ചു കൊച്ചു അമ്പലത്തിലൊക്കെ ഇവർക്ക് ശാന്തിമാര് മേൽശാന്തിമാരും ആകാം. പക്ഷെ വലിയ ധനവും അധികാരവും പവറും ഇൻഫ്ലുവൻസും ഉള്ള പത്മനാഭ ടെമ്പിൾ, ശബരിമല ടെമ്പിൾ, ഗുരുവായൂർ ടെമ്പിൾ, ഇങ്ങനത്തെ ടെമ്പിൾസ് ബ്രാഹ്മണർക്ക് മാത്രമേ ശാന്തിമാരായിരിക്കാൻ ഒക്കെ ഉള്ളൂ. പക്ഷെ ബാക്കി സ്ഥലങ്ങളിൽ ബ്രാഹ്മണർ കിട്ടുന്നില്ല. ആ കുട്ടികൾക്ക് ന്യൂയോർക്കിൽ പോയി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ആകണം. അവർക്ക് കൊച്ചു റോഡ് സൈഡിൽ ഇരിക്കുന്ന അമ്പലങ്ങളിൽ ശാന്തിമാരായിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളെയൊക്കെ ഇരുത്തിയാലേ അവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അവിടെയും നല്ല പണം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഒരു യക്ഷിയമ്മൻ കോവിലിന്റെ അടുത്ത് ഒരു ബ്രാഹ്മൺ ഫാമിലി വന്നിട്ട് പുരോഹിതനായിരിക്കുന്നു. അവർ BMW ഒക്കെ ഇട്ട് അവന്റെ തൊട്ടടുത്ത് താമസിക്കുന്നു. പണമുള്ള സ്ഥലത്തൊക്കെ ബ്രാഹ്മണർ മാത്രമേ പാടുള്ളൂ എന്നാണ് അവരുടെ ഈ ഒരു ട്രഡീഷൻ എന്നാണ് നമുക്ക് കാണാൻ ഒക്കുന്നത്. അപ്പോൾ ഈ കർമ്മണ ആകുന്ന പ്രശ്നമേ ഇല്ല. തിയറിറ്റിക്കലി ജന്മത്തിൽ കൂടെ മാത്രമേ ഈ ജാതികളാകാൻ ഒക്കുള്ളൂ. ജാതികളായാലേ ഈ വർണ്ണത്തിൽ പെടാൻ ഒക്കുള്ളൂ. ജാതിയുടെ വർണ്ണനമാണ് ഈ വർണ്ണങ്ങൾ. അതിൽ നിന്ന് അല്ലാതെ കർമ്മണ അത് ആകുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ ജാതിയെയും വർണ്ണത്തിനെയും ഗുരു നിഷേധിക്കുന്നു, ഇല്ലാതാക്കുന്നു. ജാതി ഇല്ലാതാക്കുന്നു എന്നല്ല, ഒരു ജാതി മനുഷ്യൻ. അപ്പൊ ലോകത്തുള്ള എല്ലാവരും ഒരു ജാതിയാണെന്ന് ഗുരു പറയുന്നു. ജാതി ഒരു ജാതി ഉണ്ടെങ്കിൽ 4 വർണ്ണങ്ങളുടെ ആവശ്യമില്ല, വർണ്ണനങ്ങളുടെ ആവശ്യമില്ല, അതും ഇല്ലാതാകുന്നു. അപ്പൊ ജാതിയായി, വർണ്ണമായി, മതമായി, പിന്നെ അപരത്വത്തിനെ കുറിച്ച് ഗുരു പറയുന്നു. പിന്നെ ബാക്കി നിൽക്കുന്ന പിന്നെ ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഗുരു പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ക്ലിയർ ആയിട്ട് ഈ സംവാദത്തിൽ പറയുന്നു, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. ഇല്ലല്ലോ, അത് വളരെ ഓബ്വിയസ് ആണെന്നാണ് ഗുരു പറയുന്നത്. പക്ഷെ ഗുരു അതിനെ എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയാണ്? വളരെ വളരെ ഒരു കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. വേറെ ആരും ഇത് പറഞ്ഞിട്ടില്ല. ഗുരു നമ്മൾ മനസ്സിലാക്കുന്നത് വെറും സത്യമാണ്. ഗുരു പറയുന്നത് 11 മതങ്ങളുടെ പൊതുപ്പേരാണ് ഹിന്ദു എന്നാണ് ഗുരു പറയുന്നത്. 11 മതങ്ങളുടെ പൊതുപ്പേരാണ്. ഏതാണ് ഈ 11 മതങ്ങൾ? ഗുരു പറയുന്ന 11 മതങ്ങൾ ഈ വൈദിക മതം, പൗരാണിക മതം, വൈഷ്ണവ മതം, ശൈവ മതം, പിന്നെ ദ്വൈത മതം, അദ്വൈത മതം, വിശിഷ്ട അദ്വൈത മതം, ശാക്തേയ മതം, പിന്നെ ഈ സാഖ്യമതം, വൈശേഷിക മതം, മീമാംസ മതം. ഇങ്ങനെ 11 മതങ്ങൾ ഗുരു ലിസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നത് ഈ 11 മതങ്ങളുടെ പൊതുപ്പേരാണ് ഹിന്ദു എന്ന് പറയുന്നത്. പൊതുപ്പേരാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സെമിറ്റിക് റിലിജൻസിൽ നോക്കിയാൽ ഈ സെമിറ്റിക് എന്ന് പറയുന്ന ഒരു പൊതുപ്പേരാണ്. 3 മതങ്ങളുടെ പൊതുപ്പേരാണ്. ക്രിസ്ത്യൻ ഹിസ്റ്റോറിക്കലി പറയുകയാണെങ്കിൽ ജൂയിഷ്, ക്രിസ്ത്യൻ, ക്രോണോളജിക്കലി പറയുകയാണെങ്കിൽ ജൂയിഷ്, ക്രിസ്ത്യൻ, മുസ്ലിം. ഈ 3 മതങ്ങളുടെ പൊതുപ്പേരാണ് സെമിറ്റിക്. ഈ 3 മതങ്ങൾ തമ്മിൽ ഗുരു പറയുന്നു ഈ 11 ഈ മതങ്ങൾ തമ്മിൽ സാമാന്യതകളുണ്ട്, പക്ഷേ പൊരുത്തപ്പെടാത്ത വിഭിന്നതകളുമുണ്ട്. അതുപോലെ തന്നെയാണ് സെമിറ്റിക് മതങ്ങൾ തമ്മിലും സാമാന്യതകളുണ്ട്. ഈ 3 മതങ്ങളും ഓൾഡ് ടെസ്റ്റമെന്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷേ പരസ്പരം പൊരുത്തപ്പെടാത്ത വിഭിന്നതകളുമുണ്ട്. ഉദാഹരണത്തിന് ജീസസ് ക്രൈസ്റ്റ് ദൈവത്തിന്റെ പുത്രനാണെന്ന് ജൂയിഷ് റിലിജനും ഇസ്ലാമും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മുഹമ്മദ് ഒരു പ്രോഫറ്റ് ആണ് എന്ന് ഒരു സാധാരണ മനുഷ്യൻ, പക്ഷെ ദൈവത്തിന്റെ പ്രോഫറ്റ് ആണ് എന്ന് ക്രിസ്ത്യൻസും ജൂസും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഫണ്ടമെന്റൽ ഡിഫറൻസസ് ഉള്ളതുകൊണ്ട് ഈ 3 റിലിജനിലും പെടാൻ പറ്റില്ല. ഇതിൽ ഏതെങ്കിലും ഒരു റിലിജനിൽ പെട്ടിട്ട് പറയാം ഞാൻ സെമിറ്റിക് ഗ്രൂപ്പിൽ പെട്ട ആളാണെന്ന് പറയാം. അതുപോലെ തന്നെ ഗുരു പറയുന്നത് ഈ 11 മതങ്ങൾ തമ്മിൽ പരസ്പരം പൊരുത്തപ്പെടാത്ത വിഭിന്നതകളുണ്ട്, പക്ഷെ സാമാന്യതകളുണ്ട്. അപ്പൊ പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു മതത്തിലേ നമുക്ക് ചേരാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒന്നിൽ കൂടുതൽ മതങ്ങളിൽ ചേരാൻ പറ്റില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 11 മതങ്ങളും സവർണ മതങ്ങളാണ്, ആര്യൻ ബ്രാഹ്മണ മതങ്ങളാണ്. ഇതിന്റെ തലപ്പത്ത് ഈ 11 മതങ്ങളുടെയും തലപ്പത്തിരിക്കുന്നത് ബ്രാഹ്മണരാണ്. അപ്പോ അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. ദൈവസങ്കല്പം എന്താണ്, ആചാരങ്ങൾ എന്താണ്, ആരാധനാ രീതികൾ എന്താണ്, എല്ലാം തീരുമാനിക്കുന്ന അവര് മാത്രമാണ്.
അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒക്കുന്നത് ആക്ച്വലി ഈ ഹിന്ദു ഗ്രൂപ്പിൽ പെടുകയാണെങ്കിൽ ഇതിന്റെ ഒരൊറ്റ കോമൺ പ്രിൻസിപ്പിളേ ഉള്ളൂ. ദൈവസങ്കല്പം ഒന്നല്ല, ആചാരങ്ങൾ ഒന്നല്ല, ദൈവങ്ങൾ ഒന്നല്ല. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ബ്രാഹ്മണർ പറയുന്ന പോലെ മാറിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഒരു കോമൺ, ഈ ഓൾഡ് ടെസ്റ്റമെന്റ് പോലെ പലരും വേദങ്ങളുടെ ഒരു വേദങ്ങളോട് ഒരു റെഫറൻസ് ഉണ്ട്. പക്ഷെ എല്ലാം വേദങ്ങൾ തന്നെ കുറച്ച് കോംപ്ലക്സ് ആയതുകൊണ്ട് എല്ലാ വേദങ്ങളുടെയും എല്ലാ വാക്കുകളും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ വേദങ്ങളുടെ ഒരു റൂട്ടായിട്ട് അവർ കാണുന്നു. ഈ സെമറ്റിക് റിലിജൻസിലെ ഈ ഇവര് ഓൾഡ് ടെസ്റ്റമെന്റിനെ കാണുന്നത് പോലെ. പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നതും ഇന്റർപ്രറ്റ് ചെയ്യുന്നതും. അപ്പൊ ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇതില് ബേസിക് ആയിട്ട് ആ വേദങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതും ബ്രാഹ്മിൻസ് ആണ്. അവരവരുടെ ഓരോ മതത്തിലുള്ള ബ്രാഹ്മൺ പുരോഹിതരാണ് ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോ ഈ നമ്മൾ വാസ്തവത്തിൽ ഹിന്ദു മതം എന്ന് വെച്ചാൽ ഒരു പൊതുപ്പേരാണ്. ആ പൊതുപ്പേരിൽ പെട്ടാൽ അതിന്റെ വൺ ആൻഡ് ഓൺലി പ്രിൻസിപ്പിൾ, അൺചേഞ്ചിങ് പ്രിൻസിപ്പിൾ, ഒരിക്കലും മാറാനൊക്കാത്ത സനാതനമായിട്ടുള്ള തത്വം, സനാതനമായിട്ടുള്ള ധർമ്മം ഈ ഹിന്ദു മതത്തിന്റെ ഉള്ളിലുള്ളത് ഒരൊറ്റ സനാതന ധർമ്മമേ ഉള്ളൂ. എന്താണ് അത്? ബ്രാഹ്മണർക്കാണ് പരമാധികാരം എന്നുള്ള വിശ്വാസമാണ്. ബ്രാഹ്മണത്വത്തിലല്ല, ബ്രാഹ്മണർക്ക്. ഈ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ബ്രാഹ്മണരുടെ വാക്കാണ് അവസാനത്തെ വാക്ക്. ആധ്യാത്മിക കാര്യങ്ങളിൽ പലപ്പോഴും മറ്റു കാര്യങ്ങളിലും ബ്രാഹ്മണര് പറയുന്നത് അനുസരിക്കണം, ചോദ്യം ചെയ്യരുത് എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ പൊതുപ്പേരിൽ പെട്ടാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ ഈ ഏത് മതത്തിൽ പെട്ടാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണ്? ആ മതങ്ങളിലാണെങ്കിൽ ഈ ഹിന്ദു പൊതുപ്പേരിലുള്ള പെടുന്ന ഏതെങ്കിലും മതത്തിൽ ഞാൻ പെട്ടാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് ബ്രാഹ്മണരായി ജനിക്കുന്ന, ബ്രാഹ്മൺ ഫാമിലിയിൽ ജനിക്കുന്ന ബ്രാഹ്മണരായവർക്ക് മാത്രമാണ് ലാസ്റ്റ് വേർഡ്, പരമാധികാരം ബ്രാഹ്മണരുടെ ആണെന്നുള്ള വിശ്വാസം മാത്രമാണ് സനാതനമായിട്ടുള്ള ധർമ്മം. ആ ഹിന്ദു, എല്ലാ മതങ്ങളിലും സനാതന ധർമ്മമുണ്ട്. പക്ഷെ ഹിന്ദു സനാതന ധർമ്മം ബ്രാഹ്മണരുടെ പരമാധികാരമാണ് അതിന്റെ ധർമ്മം. അതാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഗുരു പറയുന്നത് ഈ 11 മതങ്ങൾക്ക് മാത്രം ഒരു പൊതുപ്പേര് കൊടുത്ത് ബാക്കി ഉള്ള മതങ്ങളെ ആ പൊതുപ്പേരിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ശരിയല്ല. ആ 11 വിഭിന്നതകളുള്ള മതങ്ങളെ ഒരു പൊതുപ്പേര് കൊടുക്കാമെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ വിഭിന്നതകളും എല്ലാ മതങ്ങൾക്ക് ഒരു പരമോദ്ദേശമേ ഉള്ളൂ. അപ്പം മറ്റു വിഭിന്നതകൾ ഉണ്ടെങ്കിൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുപ്പേരായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതിന് ഗുരു 3-4 പൊതുപ്പേര് വേണമെന്ന് പറയുന്നില്ല. പൊതുപ്പേര് വേണമെങ്കിൽ ഹിന്ദു എന്നല്ല മറ്റൊരു പൊതുപ്പേര് കൊടുത്തൂടെ? അത് ലോകമതം, ഏകമതം, മാനവധർമ്മം എന്നൊക്കെ ഗുരു സജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ മാനവധർമ്മം എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് അവസാനം ഗുരു പറഞ്ഞതുകൊണ്ട് അവസാനത്തെ വാക്കായിട്ട് എടുക്കുന്നു, ഒരു കോമൺ വാക്കായിട്ട്. അപ്പൊ മാനവധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? മാനവധർമ്മം എന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ മതം എനിക്കുണ്ട്. അത് ഈ 11 മതങ്ങളും ആകാം, വൈഷ്ണവ മതം, ശൈവ മതം, എന്തും ആകാം, അല്ലെങ്കിൽ ഇസ്ലാം മതം, പാർസി മതം, എന്തുമാകാം. പക്ഷേ ഈ മതങ്ങൾ എന്തായാലും മറ്റ് മതങ്ങളെ അപരവൽക്കരിക്കാത്ത ഒരു അപ്രോച്ചാണ് മാനവധർമ്മം. മറ്റ് മതങ്ങളിൽ ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി പഠിച്ച് അതിൽ കാണുന്ന നന്മയെ ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണ് മാനവധർമ്മം. അതിനെ സ്നേഹപൂർവ്വം പങ്കുവെക്കുന്ന ഒരു സമീപനമാണ് മാനവധർമ്മം. മതദ്വേഷമില്ലാത്ത, മനുഷ്യനും തമ്മിൽ അപരത്വമില്ലാത്ത ഒരു ആധ്യാത്മികതയോടുള്ള സമീപനമാണ് മാനവധർമ്മം. ഇപ്പൊ വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ മതം എന്താണ്? ശ്രീനാരായണ ധർമ്മമാണ് എൻ്റെ മതം. എൻ്റെ മതങ്ങളോടുള്ള സമീപനം എന്താണ്? അത് മാനവധർമ്മമാണ്. എന്ന് വെച്ചാൽ അതിൽ എല്ലാ മതങ്ങളെയും ഞാൻ ഉൾക്കൊള്ളുന്നു, എല്ലാ മതങ്ങളെയും ഞാൻ ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി പഠിക്കുന്നു. ഒരു മതത്തിനെയും ഞാൻ അപരമതമായി കാണുന്നില്ല. ഗുരു ആലുവയിൽ അവസാനം 2-3 സെന്റൻസസേ പറഞ്ഞുള്ളൂ. ആലുവ സർവമത സമ്മേളനം കഴിഞ്ഞിട്ട് അതിൽ ഗുരു ബേസിക്കലി പറഞ്ഞ ഒരൊറ്റ സന്ദേശമാണ്, മതത്തിന്റെ പേരിൽ കലഹിക്കേണ്ട ആവശ്യമില്ല. മതങ്ങളുടെ പരമ ഉദ്ദേശം ഒന്നാണ്,
അത് അവർ തമ്മിൽ കലഹിക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ മതത്തിന്റെ പേരിൽ കലഹം ഉണ്ടാകുന്നത് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യലാണ്, രാഷ്ട്രീയവും സാമൂഹികവുമാണ്, അല്ല മതത്തിന്റെ പേരിലുള്ള അല്ല എന്നാണ് നമ്മുടെ ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ആ മതസംഘർഷം, മതസംഘർഷമില്ലാത്ത, ജാതി ജന്മരീതിയാണ്, അതുകൊണ്ട് ജാതി ഭേദമില്ല എന്ന അറിവുള്ള ഒരു ആധ്യാത്മികതയോടുള്ള ഒരു അപ്രോച്ചാണ് മാനവധർമ്മം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. ഈ 11 ആര്യൻ ബ്രാഹ്മണ മതങ്ങളിലും വിശ്വസിക്കാം, അവരും ഇതിന്റെ ഭാഗമാണ്. ആരും ഇതിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നില്ല. അപ്പൊ ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ അപരത്വം ഇല്ലാതാക്കാം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ദൃഷ്ടി നമുക്കുണ്ടാക്കാം എന്നാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതാണ് മാനവധർമ്മം എന്നുള്ളൊരു അപ്രോച്ച്, അതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അപ്രോച്ച്. ഇപ്പൊ ആർട്ടിക്കിൾ 25 ഈ ഫ്രീഡം ഓഫ് റിലിജൻ വ്യക്തികൾക്കാണ് കൊടുത്തിരിക്കുന്നത്, ഗ്രൂപ്പിനല്ല. അവിടെയാണ് ഗുരുവിന്റെ ദർശനം വരുന്നത്. ഈ എവ്രി പേഴ്സൺ ഹാസ് ദി റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രീച്ച് റിലിജൻ. അത് വ്യക്തികൾക്കാണ്. അപ്പൊ മതം വ്യക്തിയുടെ അഭിപ്രായമാണെന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആർട്ടിക്കിൾ 25 ഭരണഘടനയുടെ ഉള്ളിലുള്ളത്. അല്ല, ഗ്രൂപ്പിന്റെ ആ വ്യക്തികൾ ഒന്നിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ, ഒരു മതം, ഒരു റിലിജൻ ഉണ്ടാക്കുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ്സ് 26 കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫ്രീഡം ഓഫ് റിലിജൻ വ്യക്തികൾക്ക് മാത്രമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്, അല്ലാതെ പുരോഹിതർക്കല്ല, മതങ്ങൾക്കല്ല, സംഘടിത മതങ്ങൾക്കല്ല. എല്ലാ വ്യക്തികൾക്കും ഒരേ ഈക്വൽ റൈറ്റ് ആണ് കൊടുക്കുന്നത്. ഈക്വൽ റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രീച്ച് റിലിജൻ ആണ് ആർട്ടിക്കിൾ 25 കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഈ ഗുരുവിന്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ അതിൽ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ ഒക്കും. പിന്നെ ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതും ഗുരു വളരെ വളരെ വിശ്വാസവും ദൈവം, ഈ 2 കോൺസെപ്റ്റ്സും ഗുരു വളരെ വളരെ ഒരു വിപരീതമായ, വളരെ ഒരു പുതിയ ഒരു ഉൾക്കാഴ്ചയോടുകൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ വിശ്വാസത്തിൽ ഗുരു പ്രശ്നവൽക്കരിക്കുന്നത് വ്യക്തിയുടെ വിശ്വാസത്തിനെ അല്ല, പക്ഷേ മറ്റുള്ള വ്യക്തികളുടെ വിശ്വാസത്തിനോടുള്ള സമീപനത്തിനാണ് പ്രശ്നവൽക്കരിക്കുന്നത്. നിങ്ങൾ എന്തുവേണമെങ്കിലും വിശ്വസിച്ചോളൂ. നമുക്കറിയാം, 2 പേര് വന്ന് കുട്ടിച്ചാത്തനെ എന്നെ ശല്യം ചെയ്യുന്നു, ഗുരുദേവൻ ഒരു എഴുതി തരണം എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ കടലാസ് എഴുതി ശ്രീ കുട്ടിച്ചാത്തനെ അറിയുന്നതിന് ഇദ്ദേഹത്തിനെ ശല്യം ചെയ്യുന്നു പറഞ്ഞ് എഴുതി കൊടുത്തു. അത് ചോദിച്ചു, ഗുരുദേവൻ ഈ കുട്ടിച്ചാത്തനിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ഗുരുദേവൻ പറഞ്ഞില്ല, അദ്ദേഹം വിശ്വസിക്കുന്നു. അപ്പൊ മറ്റുള്ള ആരെയും ദ്രോഹിക്കാത്ത, സദാചാരം പുലർത്തുന്ന, ആരെയും ദ്രോഹിക്കാത്ത, തെറ്റ് ചെയ്യാത്ത ഏത് വിശ്വാസത്തിനെയും ഗുരു ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്നു. എന്ന് വെച്ചാൽ ഗുരുവിനറിയാം, ആധ്യാത്മികത എന്ന് വെച്ചാൽ മനുഷ്യന്റെ അറിവിന് അതീതമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു ഏറിയാണ് ആധ്യാത്മികത. അതിൽ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അതിന്റെ പരിണാമമായി ആരെയും ദ്രോഹിക്കാൻ പാടില്ല, തെറ്റ് ചെയ്യാൻ പാടില്ല സാമൂഹികമായി എന്ന് നമുക്ക് പറയാൻ നോക്കും. പക്ഷേ അതിന്റെ ഉള്ളടക്കം എന്താണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇത് വിശ്വസിക്കുന്നു എന്ന് ആരെയും ചോദ്യം ചെയ്യാത്ത, അപ്പൊ വിശ്വാസത്തിനെ പ്രശ്നവൽക്കരിക്കാത്ത, സ്വവിശ്വാസത്തിനെ പ്രശ്നവൽക്കരിക്കാത്ത ഒരു അപ്രോച്ചാണ് മാനവധർമ്മം, ശ്രീനാരായണ മാനവധർമ്മം. പ്രശ്നവൽക്കരിക്കുന്നത് മറ്റുള്ള വിശ്വാസങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കും എന്നുള്ളതാണ് ഗുരു പ്രശ്നവൽക്കരിക്കുന്നത്. ആ സമീപനം ഈ പറഞ്ഞതുപോലെ ത്യാജ്യഗ്രാഹി വിവേചനത്തോടുകൂടി പഠിക്കണം. നന്മ കാണുകയാണെങ്കിൽ നമ്മൾ തന്നെ ആ നന്മയെ ഉൾക്കൊള്ളണം, സ്നേഹപൂർവ്വം പങ്കുവെക്കണം. അപരത്വം ഒരിക്കലും മതത്തിന്റെയോ സമുദായത്തിന്റെയോ പേരിൽ നമ്മൾ അപരത്വം ഉണ്ടാക്കരുത്. സ്നേഹം വേണം, അനുകമ്പ വേണം, സാഹോദര്യം വേണം എന്നുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം എല്ലാ മറ്റ് മതങ്ങളോടെന്നുള്ള സമീപനം. അതാണ് ആ സമീപനം എങ്ങനെ ആയിരിക്കണം, അത് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം എന്ന്, നമ്മുടെ അപരത്വം എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ഗുരുവിനെ പോലെ സൂക്ഷ്മമായി കൃത്യമായി പഠിപ്പിക്കുന്ന മറ്റൊരു ദർശനം എൻ്റെ അറിവിൽ ലോകത്തില്ല. ഇതാണ് ഗുരുവിന്റെ ഒരു യുണീക്നെസ്. അത് ഗുരു ഇത് എന്തുകൊണ്ട് ഇത് നമുക്ക് തന്നു? നമ്മുടെ രാജ്യത്ത് ഈ മഹാഭൂഖണ്ഡത്തിൽ വലിയ തോതിൽ മതത്തിന്റെ പേരിൽ സംഘർഷം ഉണ്ടാകുന്നു ഗുരു മുൻകണ്ടു, ശരിയായി മുൻകണ്ടു. അതിനെ ഇല്ലാതാക്കാനാണ് ഗുരു ഈ ദർശനം
നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഗുരു പറയുന്നത് ഈ മതങ്ങളുടെ പൊതുപ്പേരാണ്, ഒരു മതമല്ല. മതത്തിന്റെ പൊതുപ്പേര്, മതം വ്യക്തിപരമായ അഭിപ്രായമാണ്, മതത്തിന്റെ പൊതുപ്പേര് വേണമെങ്കിൽ ഹിന്ദു എന്നല്ല, മാനവധർമ്മം എന്നുള്ളൊരു പൊതുപ്പേരാണ് ഗുരു നമുക്ക് തരുന്നത്. അപ്പം ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ഗുരുവും ആധ്യാത്മികമായി നിഷേധിക്കുന്നു. ഡോക്ടർ അംബേദ്കർ സോഷ്യലായി പൊളിറ്റിക്കലായി നിഷേധിക്കുന്നു. അപ്പൊ ഹിന്ദു ഇല്ല, ജാതിയില്ല, വർണ്ണമില്ല. പിന്നെ ബാക്കി വരുന്ന എന്താണ്? സമുദായമാണ്. സമുദായം എന്ന് വെച്ചാൽ സമ ഉദയം, ഒരേ ചില തത്വങ്ങളിൽ നിന്നും വരുന്ന ഒരു ഐഡിയയുടെ ചുറ്റും ഒരു സെറ്റ് ഓഫ് കോമൺ ഷെയർഡ് ഐഡിയാസ്. അത് അംബേദ്കറും പറഞ്ഞു, ഷെയർഡ് ഐഡിയാസ് ഉള്ള ഒരു കൂട്ടമാണ് സമുദായം എന്ന് പറയുന്നത്. അതിൽ ശ്രേണീകരണമില്ല. ശ്രേണീകരണം മുഴുവൻ ഉണ്ടാകുന്ന വർണ്ണത്തിൽ നിന്നാണ്. ജാതിയുടെ വർണ്ണനം ആയ വർണ്ണത്തിൽ നിന്നാണ് ശ്രേണീകരണം ഉണ്ടാകുന്നത്. അപ്പൊ വർണ്ണം ഇല്ലാതായാൽ ശ്രേണീകരണമില്ല. അപ്പൊ ശ്രേണീകരണമില്ലാതെ സമുദായങ്ങൾ, ഹ്യൂമൻസ് സോഷ്യൽ ആനിമൽസ് ആണ്, സമുദായങ്ങളാണ് നമ്മൾ. അതിങ്ങനെ മാറി മാറി വരും. നമ്മൾ എല്ലാവരും പല സമുദായങ്ങളുടെ അംഗങ്ങളാണ്. ഒരു ആധ്യാത്മിക സമുദായങ്ങൾ മാത്രമല്ല, നമ്മുടെ ഫാമിലി ഉണ്ട്, ക്ലാൻ ഉണ്ട്, ആ ക്ലാനിന്റെ ബേസിസിൽ സമുദായങ്ങളുണ്ട്, എന്താണ് റെസിഡന്റ് അസോസിയേഷൻസ് ഉണ്ട്, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ പല സമുദായങ്ങളും നമ്മൾ അംഗങ്ങളാണ്. നമ്മൾ അംഗങ്ങളായിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ സമുദായമെങ്കിലും ശക്തമായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ ദുർബലമാകും. അതുകൊണ്ട് എല്ലാ സമുദായങ്ങളെയും ശക്തരാക്കണം. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ട്. ഈ ഗുരുവിന്റെ എല്ലാ സമുദായങ്ങളും ശക്തരാകണം, സംഘടിച്ച് ശക്തരാകണം എന്നുള്ള കോൺസെപ്റ്റും കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ട്. സമത്വം വ്യക്തികൾ തമ്മിൽ മാത്രമല്ല സമുദായങ്ങൾ തമ്മിലും വേണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് 38(2). അപ്പോൾ അങ്ങനെ സമുദായത്തിനെ ശക്തിപ്പെടുത്തണം എന്നുള്ളത് ഗുരുവിന്റെ ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശമായിരുന്നു. SNDPയുടെ ഫൗണ്ടിങ് ഡോക്യുമെന്റിൽ ഈഴവ, ഈഴവാത്തി, ബില്ലവ എന്നീ സമുദായങ്ങൾ, വാക്ക് സമുദായം എന്നാണ് പറയുന്നത്, ശക്തിപ്പെടുത്താനാണ് SNDP ഉണ്ടാക്കിയിട്ടുള്ളത്. പല സ്ഥലത്തും ഗുരു സമുദായങ്ങളെ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സമുദായമാണ് ആൾക്കാരുടെ ഒരു സോഷ്യൽ ഫൗണ്ടേഷൻ. ഈ സദാചാരം പുലർത്തുന്ന സമുദായങ്ങളായിരിക്കും സൊസൈറ്റിയുടെ ഫൗണ്ടേഷൻ, ഭരണഘടനയുടെ ഫൗണ്ടേഷൻ. അവസാനം ഈ ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ഗുരു ഡീൽ ചെയ്തത്? അല്ല, ഈ വിശ്വാസത്തിന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഗുരു ഈ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടാക്കിയത് ഗുരുവിന്റെ വിശ്വാസത്തിന്റെ പ്രതിബിംബമല്ല, മറ്റുള്ളവരുടെ വിശ്വാസം. ഈ വിശ്വാസത്തിനെ പ്രശ്നവൽക്കരിക്കാത്തത് കൊണ്ട് എല്ലാവരുടെയും വിശ്വാസത്തിനും വഴിതെളിക്കുകയായിരുന്നു ഗുരു. അതുകൊണ്ടാണ് നടരാജ ഗുരു ഇംഗ്ലീഷിൽ എഴുതിയ ബുക്കിൽ പറയുന്നത്, അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുമ്പോൾ അവിടെ നിന്ന ആൾക്കാരുടെ മനസ്സിൽ സംശയം ഉണ്ടായിരുന്നു എന്ന് നടരാജ ഗുരു എഴുതുന്നു. എന്തുകൊണ്ടായിരുന്നു സംശയം? ഇന്നലെ വരെ ശിവൻ ഒരു മനുഷ്യനാണ്, ദൈവമല്ല എന്ന് നമ്മളോട് പറഞ്ഞ ഗുരു ഇപ്പൊ പ്രതിഷ്ഠ ചെയ്യുന്നു. ഇത് എങ്ങനെ പറ്റും? ഇതൊരു കോൺട്രഡിക്ഷൻ അല്ലേ എന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് നടരാജ ഗുരു എഴുതുന്നു. എന്തുകൊണ്ടാണ് ഗുരു മനുഷ്യൻ ആയിരുന്നു എന്ന് പറഞ്ഞ ശിവന്റെ പ്രതിഷ്ഠ നടത്തിയത്? കാരണം ജനങ്ങൾക്ക് ശിവൻ ദൈവമാണ് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിനെ ഗുരു ആദരിച്ചു, അതിനെ വഴിതെളിച്ചു. കുട്ടിച്ചാത്തനുള്ള വിശ്വാസമായാലും ശിവനുള്ള വിശ്വാസമായാലും ഏത് വിശ്വാസമായാലും ജനങ്ങൾ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തിനെ ഞാൻ ചോദ്യം ചെയ്യരുത് എന്നുള്ള ഒരു കൺസിസ്റ്റന്റ് പൊസിഷനാണ് ഗുരുവിന്റെ അരുവിപ്പുറം മുതൽ അവസാനം വരെ നമ്മൾ കാണുന്നത്. അപ്പൊ ഗുരു ഈ അമ്പലങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് ഹിന്ദു ആയിരുന്നു. ഗുരു ഹോമങ്ങളും മന്ത്രങ്ങളും ഒക്കെ എഴുതി കൊടുത്തു. ഞാൻ എവിടെയോ പറഞ്ഞു, ഇപ്പൊ ഈ കവികൾ സിനിമ പാട്ടുണ്ടാക്കി ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള പ്രേമത്തിനെ കുറിച്ച് സിനിമ പാട്ടുണ്ടാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് ആ കവി ആ സ്ത്രീയെ സ്നേഹിച്ചെന്നോ ആ പുരുഷനെ സ്നേഹിച്ചെന്നോ നമുക്ക് പറയാൻ ഒക്കില്ലല്ലോ. അവരുടെ പ്രേമത്തിനെ, അവരുടെ സ്നേഹത്തിനെ, അവരുടെ ഭക്തിയെയും റിഫ്ലക്ട് ചെയ്യുന്ന കവിതകൾ ഈ കവി എഴുതി കൊടുക്കുന്നു. അതുപോലെ ഗുരു ദൈവത്തിനോടുള്ള സ്നേഹം, ദൈവത്തിനോടുള്ള ഭക്തി ആൾക്കാർക്കുള്ളപ്പോൾ അവരുടെ സ്നേഹത്തിനെയും അവരുടെ ഭക്തിയെയും റിഫ്ലക്ട് ചെയ്യുന്ന കൃതികളും പോയട്രിയും എഴുതി കൊടുത്തിട്ടുണ്ട്. ഗുരു ഒരു വലിയൊരു പോയറ്റായിരുന്നു. ആരും ഇതുവരെ ആവശ്യത്തിന് റെക്കഗ്നൈസ് ചെയ്യാത്ത ഒരു പോയറ്റ് ആയിരുന്നു എന്ന്
കർണാടക സംഗീതത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പാട്ടുകാരനായ TM കൃഷ്ണ ഈയിടെ പലപ്പോഴും പറയുകയുണ്ടായി, അദ്ദേഹം ഗുരുവിന്റെ കവിതയെ കർണാടക സംഗീത രാഗത്തിൽ സെറ്റ് ചെയ്ത് പാടുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ചോദ്യമേ ഉള്ളൂ, ഇത്രയും വർഷമായിട്ട് കേരളത്തിലെ കർണാടക മ്യൂസീഷ്യൻസ് എന്തുകൊണ്ടാണ് ഗുരുവിന്റെ കവിതകളെ ഈ കർണാടക സംഗീതത്തിന്റെ ഭാഗമാക്കാത്തതെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം തന്നെ അതിന് ഉത്തരം തരുന്നു, അത് ജാതി വിവേചനം കൊണ്ട് തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആപ്പാട് സുബ്രഹ്മണ്യ ഭാരതിയുടെയും നാരായണ ഗുരുവിന്റെയും മാത്രം അദ്ദേഹത്തിന്റെ അറിവിലുള്ളൂ. ചൊല്ലാനും പാട്ടിലാക്കാനും ഒരുപോലെ പറ്റുന്ന കവിത ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പൊ ഗുരു വളരെ വളരെ വലിയൊരു കവിയും ആയിരുന്നു. ആ കവി ആളുകളുടെ വിശ്വാസത്തിനെ നിലനിർത്താൻ വേണ്ടി അതിനെ വഴിതെളിക്കാൻ വേണ്ടി ഒരു വഴി കാട്ടിയായിരുന്നു. അല്ലാതെ ഗുരുവിന്റെ വിശ്വാസം ഇതിലൊന്നും, ഗുരുവിന്റെ വിശ്വാസം എന്താണെന്ന് നമുക്കറിയില്ല, ഉണ്ടായിരുന്നോ ഇല്ലയോ, എന്തായിരുന്നു നമുക്കറിയില്ല, അത് പുറത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് വിശ്വാസ സ്വാതന്ത്ര്യം ഉള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ നമ്മൾ പോയനെ. ആരെയും വിശ്വാസം പഠിപ്പിക്കാത്ത ഒരു ഗുരുവാണ്. മറ്റ് വിശ്വാസങ്ങളോട് എങ്ങനെ സമീപിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗുരുവാണ് നമ്മൾ കാണുന്നത്. അവസാനം ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ഗുരു എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഞാനത് മനസ്സിലാക്കുന്നത് ദൈവം എന്നുള്ള വാക്ക് ഒരു ലാറ്റിൻ നിന്ന് വരുന്ന വാക്കാണ്. അതിന്റെ വാക്കിന്റെ അർത്ഥം ഡേയൂസ് എന്നാണ്. ഡേയൂസ് എന്നുള്ള വാക്കെന്നാണ് ദൈവം എന്നുള്ള വാക്ക് പറയുന്നത്. ഡേയൂസ് എന്ന് വെച്ചാൽ സൂര്യൻ. അതുകൊണ്ടാണ് നമ്മൾ ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്നത്. സൂര്യൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ സ്വയം നശിക്കുന്ന ഒരു ഫിനോമിനനാണ് സൂര്യൻ. അപ്പൊ ദൈവം എന്ന് വെച്ചാൽ നമുക്ക് ജീവൻ തരുന്ന, അതിനു വേണ്ടി സ്വയം നശിക്കുന്ന ഒരു ഫിനോമിനനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. ആക്ച്വലി അതാണ് ഒരു കോമൺ കോൺസെപ്റ്റ് എല്ലായിടത്തും. അല്ലാതെ സ്വാർത്ഥമായി നമുക്ക് നൽകുന്നതല്ല, സ്വയം ബലിദാനം ചെയ്ത് നമുക്ക് ജീവൻ തരുന്ന ഒരു ഫിനോമിനനാണ്. അതാണ് ദൈവം എന്ന് ഗുരു പറയുന്നത്. ആ സങ്കല്പത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. ഞാൻ ആ ദൈവ ദശകം പാടുമ്പോൾ എന്റെ ദൈവമായി ഞാൻ കാണുന്നത് ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ. അവരുണ്ടാക്കുന്ന അന്നവും വസ്ത്രവുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അല്ല വേറെ ആരും ഉണ്ടാക്കുന്നതല്ല. അവര് സ്വയം കിട്ടേണ്ട കൂലി കിട്ടാതെ സ്വയം നശിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ വേണ്ടി അന്നവും വസ്ത്രവും ഉണ്ടാക്കി തരികയാണ്. അവരാണ് എൻ്റെ ദൈവം. പിന്നെ അതല്ലാതെ ഗുരുവാണ് ദൈവം. സ്വയം നശിപ്പിച്ച് എനിക്ക് അറിവും എന്നെ ജീവിക്കാൻ ഒരു വഴിയും തെളിയിച്ചു തരുന്ന ഒരു ഗുരുവാണ് ദൈവം. അപ്പോൾ ദൈവം എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു നാരോ ഇതായിട്ട് ഈ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നല്ല. അക്സെപ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അത് നമ്മുടെ ചോയ്സാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഈ 12 ബേസിക് പ്രിൻസിപ്പിൾസിന്റെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സോഷ്യൽ ഫിലോസഫി, ഒരു ആധ്യാത്മിക ദർശനം, സ്പിരിച്വൽ ഫിലോസഫി ആണ് വാസ്തവത്തിൽ ഈ ഭരണഘടനയുടെ അടിത്തറ. ഇത് അല്ലാതെ മറ്റൊന്നിനും ആകാൻ ഒക്കില്ല. ഇത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് പോപ്പുലറൈസ് ചെയ്താൽ മാത്രമേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിലനിൽക്കുകയുള്ളൂ, ഇത് ശക്തമായി നിൽക്കുകയുള്ളൂ എന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മൾ ഈ ബ്രാഹ്മണ ആധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നിന്നും ബ്രാഹ്മണരുടെ അപ്പൊ ബ്രാഹ്മണർ എന്ന് വെച്ചാൽ ഒരു മനുഷ്യരല്ല, ഒരു മനോഭാവമാണ്. ഒരു ജന്മം കാരണം ആധിപത്യം കിട്ടുന്നു എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ഉള്ള ഒരു മനോഭാവമാണ്. ആ മനോഭാവം മാറിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ബ്രാഹ്മണരല്ല, മനുഷ്യനായിത്തീരും. ഇപ്പൊ ഞാൻ ഒരു മനുഷ്യരെതിരെയല്ല പറയുന്നത്, ഈ ഒരു മനോഭാവത്തിനെതിരെയാണ് പറയുന്നത്. ആ മനോഭാവം ഇല്ലാതാക്കി ഈ ഭരണഘടനയുടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ദർശനം നിലനിർത്തണമെങ്കിൽ ഈ മാനവധർമ്മം എന്നുള്ളൊരു ശ്രീനാരായണ മാനവധർമ്മം എന്നുള്ളൊരു ആധ്യാത്മിക ദർശനത്തിന്റെ അടിസ്ഥാനത്തിലേ അതിന് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഞാൻ ഈ ഭരണഘടനയും ശ്രീനാരായണ മാനവധർമ്മവുമായി കാണുന്ന ബന്ധം. ഞാൻ കുറച്ച് ദീർഘത്തിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. സാവകാശം ഇതെല്ലാം കേട്ടതിന് വളരെ നന്ദി.